في تكميل الله له المحاسن خلقا وخلقا وقرانه جميع الفضائل الدينية والدنيوية فيه نسقا. الله سبحانه وتعالى റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൽഖൻ എന്ന് പറഞ്ഞാൽ ശാരീരികം, അതായത് പടപ്പ്, ഖുലുഖൻ എന്ന് പറഞ്ഞാൽ സ്വഭാവം. അപ്പൊ ളാഹിറും ബാത്തിനും ഖൽഖൻ വഖുലുഖൻ എല്ലാ മഹാസിനുകളെയും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു. പിന്നെ ദീനിയും ദുനിയയുമായ എന്തെല്ലാം ഫളായിലുകൾ ഒരു പടപ്പിൽ ഒരുമിച്ച് കൂടണമോ അത് മുഴുവനും അല്ലാഹു തആല ഒന്നും ഒഴിയാതെ പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞു. നസഖൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഒഴിയാതെ എന്ന് പറഞ്ഞാൽ മുതതാബിഅൻ എന്നാണ് ശറഹ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒന്നിന്റെ കുറവ് പറയുന്നു, ഖൽഖിലോ ഖുലുഖിലോ എന്തെങ്കിലും ഒരു കുറവ് ദീനിയായ ഫളായിലാവട്ടെ ദുനിയവിയായ ഫളായിലാവട്ടെ ഒന്നിന്റെ കുറവ് വരാത്ത രീതിയിൽ അല്ലാഹു തആല പൂർത്തിയാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. يعلم أن المحب لهذا النبي الكريم صلى الله عليه وسلم തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബ്ബേ എന്ന് വിളിച്ചു. അങ്ങനത്തെ മുഹിബ് അൽ ബാഹിസു അൻ തഫാസീലി ജുമലി ഖദ്രിഹിൽ അദീം, തങ്ങളുടെ ഉന്നതമായ ഖദർ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു. അല്ലാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഇൻസുകളാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ അല്ലാഹുവിന്റെ സാബിഖായ ഇൽമിൽ ആരെല്ലാം പടക്കണമെന്നും ആരെല്ലാം പടച്ചിട്ടുണ്ടോ ഇനി ആരെല്ലാം പടക്കാനുണ്ടോ അവരെല്ലാവരുടെ കൂട്ടത്തിലും ഉന്നതരാണ് തങ്ങൾ എന്നൊരു വട്ടത്തിൽ ജുംല പറഞ്ഞു. ആ ജുംലയുടെ തഫ്സീൽ അന്വേഷിക്കുന്ന വ്യക്തിയാണ് നമ്മൾ വിളിച്ചത്. കുറച്ച് തഫ്സീൽ പറഞ്ഞതാണ്. അന്ന ഖിസാലൽ ജലാലി വൽ കമാലി ഫിൽ ബശർ, മനുഷ്യനിലുണ്ടാകുന്ന ജലാലിന്റെ കാര്യമാവട്ടെ കമാലിന്റെ കാര്യമാവട്ടെ നൗആനി രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്താണ് അവൻ ഇഖ്തിയാറിപ്പെടാത്തത്, അത് കൂട്ടാനോ കുറക്കാനോ മാറ്റം വരുത്താനോ പിന്നെ ഇഖ്തിയാർ കൊണ്ട് സാധിക്കൂല. അതാണ് ഒന്ന്. മറ്റൊന്നോ അവൻ എന്താക്കാം സമ്പാദിച്ചുണ്ടാക്കാൻ കഴിയും, അധ്വാനിച്ചിട്ട് യാതയിൽ കൂടി സമ്പാദിച്ചുണ്ടാക്കാൻ കഴിയും. മക്കാസിബായിട്ട് ഒന്ന് ലറൂറിയൻ ദുന്യവിയ്യൻ, ദുന്യാവിലേക്ക് ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദുന്യാവിലെ ഫളായില് പറയാനുണ്ടാവുള്ളൂ, ആഖിറത്തിൽ വലിയ ഫളായില് മാനദണ്ഡമൊന്നുമല്ല. അത് ലറൂറി. ലറൂറി എന്ന് പറഞ്ഞാൽ ഇഖ്തലത്തുൽ ജിബില്ലത്തു, അവന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അവൻ പടക്കുമ്പോൾ തന്നെ അല്ലാഹു തആല അങ്ങനെയാണ് പടച്ചത്. ഒരു മനുഷ്യനെ അല്ലാഹു തആല ഒരു കളർ കൊടുത്താൽ ആ കളറ് മാറ്റാൻ കഴിയൂല. എന്റെ പടപ്പത്തരം തന്നെ അങ്ങനെയാണ്. അതുപോലെ വളറൂറത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഹയ അവസാനിപ്പിക്കുമ്പോ ഇങ്ങനെ ആക്കിയ സ്ഥലത്ത് അമേരിക്കയിൽ കിട്ടും. അതിനാ ജിബിലീസ് പറക്കാത്തിക്കുന്നുണ്ടാവും. മറ്റൊന്നോ മുഖത്തസബുൻ ദീനിയും, ദീനിയായി സമ്പാദിച്ചുണ്ടാക്കുന്ന കാര്യം. അതായത് വഹുവ മാ യുഹമ്മദു ഫാഇലുഹു, അത് ചെയ്താക്ക് സ്തുതി കിട്ടും. വയുഖർരിബു ഇലല്ലാഹി സുബ്ഹാനഹു വ തആല സുൽഫ, അല്ലാഹനെ കൊണ്ട് അവന്റെ സ്ഥാനം അടുപ്പിക്കുകയും ചെയ്യും. അതാണ് മുഖത്തസബ്. ഇനി സുമ്മഹിയ, അപ്പൊ ഇവ രണ്ട് കിസ്മാക്കി. ഇനി അത് ആ പറയപ്പെട്ട ഖിസാലി എന്തായി അലാ ഫന്നൈനി, രണ്ട് ഫന്നുണ്ട്. അപ്പൊ രണ്ടിനെ കുറിച്ചാൽ എന്തായി നാലായി. രണ്ട് ഫന്നെന്ന് പറഞ്ഞാൽ ആയില്ലായി. മിൻഹാ മാ യതഖല്ലസു ലിഅഹദിൽ വസ്ഫൈൻ, ഈ പറയപ്പെട്ട ഏതെങ്കിലും വസ്ഫ് മാത്രമുള്ള ആളുണ്ടാവും. ഇതില് ദറൂരിയുണ്ട്, ദുന്യവിയുണ്ട്, ഉഖറവിയൊന്നുമില്ല. മറ്റൊന്നോ മുഖത്തസബുണ്ട്, ഏതെങ്കിലും ഒന്ന്. ചിലർക്ക് രണ്ടും ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാ പറയുന്നത്
മാ യതഖല്ലസു ലിഅഹദിൽ വസ്ഫൈൻ, ഒന്നെങ്കിൽ മുക്തസബ് മാത്രമുണ്ടാകും, ദീനിയൊന്നും ഉണ്ടാവില്ല, അല്ല ദുന്യാവിന് കുറച്ച് കുറവായിരിക്കും. മറ്റൊന്നോ ദുന്യവി ഉണ്ടാകും, മുക്തസബ് ഉണ്ടാവില്ല. വമിൻഹാ മാ യതമാസജു വയതദാഖലു, ചിലത് രണ്ടും കൂടെ കൂടിയതുണ്ടാവും. ഫഅമ്മൽ ലറൂറിയുൽ മഹ്ദൂർ, തനിച്ച മഹദായ ലറൂറി ഉണ്ടല്ലോ, അത് ഫമാ ലൈസ ലിൽ മർഇ ഫീഹി ഇഖ്തിയാറുൻ വല ഇക്തിസാബ്, അതിൽ മനുഷ്യന് അത് ഏറ്റാനോ കുറക്കാനോ മാറ്റം വരുത്താനോ ഒന്നും കഴിയൂല. ഇഖ്തിസാബോ ഇഖ്തിയാറോ അതിലുണ്ടാവില്ല. മിസ്ലു മാ കാന ഫീ ജിബില്ലതിഹി, അവന്റെ പടപ്പത്തരത്തിൽ തന്നെ ഉണ്ട്. മിൻ കമാലി ഖിൽഖത്തിഹി, അവന്റെ ഖിൽഖത്ത് കമാലാണ്, കൈക്കും കാക്കും ഉടവില്ല, നല്ല കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ബുദ്ധിയുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല. വ ജമാലി സൂറത്തിഹി, അദ്ദേഹത്തിന്റെ സൂറത്തിന്റെ ജമാലി, വ ഖുവ്വത്തി അഖലിഹി, അഖലിന്റെ പവർ, വ സിഹ്ഹത്തി ഫഹ്മിഹി, അവൻ മനസ്സിലാക്കുന്ന ഫഹ്മിൽ വഹ്മ് ചേരാതെ എന്താക്കും, സഹീഹായി വരും. ഫഹ്മും തമ്മിലാ തർക്കം. ഫഹ്മ് അഖലുമായിട്ടാണുള്ളത്. വഹ്മ് എന്നുള്ളത് നഫ്സും ഹവാസും തമ്മിലാണ്. അപ്പം വാഹിൽ കണ്ടതിനുള്ള വിധി കൊടുക്കുമ്പോൾ അത് വഹ്മാവും. അഖലിലേക്ക് ചേർത്തിട്ട് വിധി കൽപ്പിച്ചാൽ എന്താകും, അത് ഫഹ്മാവും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹ്മി, വഹ്മിന്റെ ഒരുപാട് ഇരുട്ടുണ്ട്, അതിൽ നിന്നെല്ലാം ഞങ്ങളെ പുറപ്പെടുവിക്കണം. അടുത്തേക്ക് എല്ലാ നൂരിൽ ഫഹ്മി, ഫഹ്മിന്റെ നൂറില്ല, കട നൂറ് മുപ്പറുതിയാക്കിയിട്ടുള്ളൂ, കുറെ നൂറില്ല. അതുപോലെ ഫസാഹത്തി ലിസാനിഹി, അദ്ദേഹത്തിന് നല്ല സംസാര വൈഭവമുണ്ട്. വഖൂവത്തി ഹവാസിഹി, അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നല്ല കൂവത്തുണ്ട്. വഅല്ലാഹി, അംഗങ്ങൾക്കും കൂവത്തുണ്ട്. വഅ്തിദാലി ഹറകാത്തിഹി, അവരുടെ നടത്തം ചലനങ്ങളുണ്ടല്ലോ, ചലനങ്ങളെല്ലാം വഴറ്റത്തിലാണ്. എന്ന് പറഞ്ഞാലോ എനിക്ക് മുടന്തങ്ങളൊന്നുമില്ല. മുടന്തനുണ്ടാകുമ്പം ഹറക്കാത്തിന് സാധാരണ ഹറക്കാത്തല്ലെല്ലാം ഉണ്ടാവില്ല. അതുപോലെ ചില ബറവാദിക്കല്, അങ്ങനത്തൊന്നുമില്ല. വാ ഷറഫി നസബിഹി, അതുപോലെ നസബിന്റെ ഷറഫ്, ഉന്നത കുടുംബത്തിലാണ്. വഇസ്സത്തി ഖൗമിഹി, അദ്ദേഹത്തിന്റെ ഖൗമിന് വളരെ ഇസ്സത്തുണ്ട്. വകറമി അർളിഹി, അയാൾ ജനിച്ച നാട് വലിയ കരീമാണ്. ഇതാണ് ഇത് മാറ്റാൻ കഴിയാത്ത ലറൂറിയായ കാര്യം. എന്നിട്ടോ വയൽഹഖു ബിഹി അല്ല യുൽഹഖു ബിഹി, രണ്ട് റിവായത്തുണ്ട്. ഈ പറഞ്ഞ ലറൂറിയിനോട് ചേർക്കാം, അപ്പൊ അത് മുൽഹഖാണ്. എന്ത് മാ തദ്ഉഹു ലറൂറത്തു ഹയാതിഹി, അവന്റെ ഹയാത്തിന്റെ ലറൂറത്ത് വിളിക്കും ഇലൈഹി, അതിലേക്ക്. മിൻ ഗിദാഇഹി, ഭക്ഷണം, ഏക നല്ല ഭക്ഷണമുണ്ട്. വനൗമിഹി, ഉറക്ക്. മൽബസിഹി, വസ്ത്രം. മസ്കനി, താമസ സ്ഥലം. മൻകഹ്, മാല്, ജാഹ്, ഇതെല്ലാം എന്താക്കണം, ഈ ദറൂറിനോട് ചേർക്കേണ്ടതാണ്, മുൽഹഖാണ്. എന്നിട്ടോ വഖത്തൽഹഖു ഹാദിഹിൽ ഖിസാറുൽ ആഖിറത്തു, ഈ അവസാനം ചേർത്ത ഈ മൂന്നെണ്ണുണ്ടല്ലോ, അതെന്താക്കും, ബിൽ ഉഖറവിയത്തിനോട് ചേർക്കാം. എങ്ങോട്ട്? ഇദാ ഖുസിദ ബിഹി തഖബി വമഊനത്തുൽ ബദനി അലാ സുലൂകി തരീഖിഹാ, ഇദാ ഖുസിദ ബിഹ, ഈ കാര്യങ്ങളെ കൊണ്ട് കരുതിയെങ്കിൽ, പിന്നെ തഖബി ശക്തി കിട്ടൽ, തഖ്വ തഖബി ശക്തി കിട്ടൽ. അതുപോലെ ബദനിന് സഹായകമാകണം. എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ഖുവ്വത്ത് കിട്ടണം, അല്ലെങ്കിൽ ബദനിന് സഹായമാകണം. അലാ സുലൂകി തരീഖിഹ, ആഖിറത്തിന്റെ ബഹാന്റെ ലമീർ ആഖിറത്തിലേക്ക്, ആഖിറത്തിലേക്കുള്ള തരീഖിന് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതെല്ലാം ശരിയാക്കും. അപ്പൊ എന്താക്കും, അത് ദുന്യാ, അതാണ് മുൽഹഖ് എന്ന് പറഞ്ഞു. അങ്ങോട്ടും ചേർക്കാം ഇങ്ങോട്ടും ചേർക്കാം. എല്ലാം മാറണം, അല്ലേ? അതാ. അപ്പൊ ആ നിയ്യത്ത് വേണം. പിന്നെ അതിന് പരിധിയും വെക്കണം. ആഖിറത്തിലേക്കാന്ന് പറഞ്ഞിട്ട് മുരുടീനെ ചോറ് തേച്ചും വെച്ചാൽ അതും ആഖിറം ഉണ്ടാവില്ല. അവിടെ ഓരോ ഉണ്ടെങ്കിലും അല്ലാഹ് ഇബാദത്തിന് വേണ്ടി പറയലത്. അപ്പൊ ഈ നിയ്യത്തും പ്രവർത്തനം തമ്മിൽ വരുത്തിണ്ടാകാൻ പാടില്ല. വക്കാനത്ത് അലാ ഹുദൂദിൽ ലറൂറ, അതാണത്. ഇത് ഇദാ ഖുസിദ,
നീയത്തിനത് വെളിയും വേണം. അതുകൊണ്ട് അതായിരിക്കും അലാ ഹുദൂദിൽ ലറൂറത്തി, ലറൂറത്തിന്റെ കണക്കുമലാവണം. ഖവാനീനി ശരീഅ, ശരീഅത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം. ഇനി വഅമ്മൽ മുഖ്തസബ്, രണ്ടാമത്തെ കിസ്മ അൽ ലുഖറവിയ്യ ഫസായിറുൽ അഖ്ലാഖിൽ അലിയ്യ, ഉന്നതമായ വേറെന്തെല്ലാം അഖ്ലാഖുകളുണ്ട്. അവിടെയാണ് നല്ല ഖുലുഖുള്ള ആള് എന്നൊക്കെ പറയുന്നത്. വൽ ആദാബി ശർഇയ്യ, ശർഇയ്യായ ആദാബ് അത് പഠിച്ചുണ്ടാക്കേണ്ടതല്ലേ. മിനദ്ദീനി വൽ ഇൽമി വൽ ഹിൽമി വസ്സബ്രി വശ്ശുക്രി വൽ അദ്ലി വസ്സുഹ്ദി വത്തവാളുഇ വൽ അഫ്വി വൽ ഇഫ്ഫത്തി വൽ ജൂദി വശ്ശജാഅത്തി വൽ ഹയാ വൽ മുറുവ വസ്സുംതി വത്തുഖൂദ. തുഖൂദ എന്ന ഒന്നിനും എടുത്തുചാട്ടമില്ല, എല്ലാം സാവധാനം വേണ്ട പോലെ ആലോചിച്ച് ചെയ്യണമോ ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ട്. അല്ലാണ്ട് പോത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വന്ന് കാര്യം കൊടുത്ത് പറഞ്ഞാൽ കൊച്ചൊക്കെ പോത്ത് കുറവില്ലല്ലോ ചിന്തിക്കുന്നു. അത് ദൂതത്തിനെതിരാണ്. ഇതുമായി ബന്ധപ്പെട്ടതും അതിനാണ് മൊത്തത്തിൽ എന്താ പറയുക, വഹിയല്ലത്തി ജിമാഉഹാ ഹുസ്നുൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖ് എന്ന് മൊത്തത്തിൽ അതിനെ പറ്റി ഉണ്ടാകും ടോട്ടൽ പേര് പറയാം. അത് ഹയ്യയിൽ പറഞ്ഞത് അത് തന്നെ. അതിന്റെ കുറച്ച് മുമ്പാണ് ഉണ്ടായിനി, തലേറോ കുറച്ച് മുമ്പല്ലുണ്ടായി. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണം, അധ്വാനിച്ചുണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അത് പറയുന്നത് ചെറിയ കാര്യത്തിൽ എന്താണ്ട് അവൻ ശരീരത്തിൽ ഉണ്ടാവാം, അതിന് അതിനെ വളർത്തിയെടുക്കണം. ഇല്ലാത്തത് എന്താകണം, നട്ടുമുളപ്പിക്കണം. ഓരോന്നും ഉണ്ടാകാം. അവന്റെ പ്രകൃതിയിൽ ഉണ്ടാവാം. അതല്ല അസാലിമാമ പറഞ്ഞത്. അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നൊക്കെ വേഗം വളർത്തി വെള്ളിനെ നട്ടുകൊടുത്തില്ല കൊണ്ടു. മറ്റേത് ഇല്ലാത്ത സ്ഥലത്ത് കാട് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വിത്തിട്ടിട്ട് മുളപ്പിക്കണം. എന്നിട്ട് അതിന് എതിര് വരാത്ത രീതിയിലുള്ള അതിനെ നശിപ്പിക്കുന്ന കാര്യം അത് ഭയങ്കര പണിയാണ്. വാസിലുൽ ജിബില്ലത്തി, ജിബില്ലത്തിന്റെ അസിലിൽ തന്നെയുണ്ട് ലിബാലിന്നാസ് ചിലർക്ക്. ചിലർക്ക് അതുണ്ടാവില്ല. അപ്പൊ പയക്കത്തസിബുഹ, അത് ഉള്ളതിന് ഒന്നിച്ച് കൂടിയിട്ടും എന്താക്കണം, സമ്പാദിക്കണം. പേടിയും വാങ്ങാൻ കിട്ടില്ല, അധ്വാനിച്ചുണ്ടാക്കണം. ഉള്ളവരോട് പോയിട്ട് ഉണ്ടാക്കാൻ വാങ്ങുക. അത് ബേക്കറി സാധനം വെക്കുന്നെങ്കിൽ ബേക്കറി, അവിടെ മരുന്ന് ഷാപ്പിൽ പോയാൽ ബേക്കറി സാധനം കിട്ടൂല, തിരിച്ചും കിട്ടൂല. മരം വെക്കുന്ന കൂടെ പോയിട്ട് ഇരുമ്പ് ചോദിച്ചാൽ കിട്ടൂല, അങ്ങനെയല്ലേ. പച്ചക്കറി പൊടി പോയിട്ട് ഇറച്ചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടൂല. അപ്പൊ ഇതിലുള്ള സ്ഥലങ്ങളുണ്ടാവും, അവിടെ പോയിട്ട് അധ്വാനിക്കുക. പക്ഷെ അതുണ്ട് അതിന്റെ ഉസൂൽ എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താക്കാൻ കഴിയില്ല, തീരെ അത് കൂട്ടാക്കൂല. ആരെ നേരെയാക്കാൻ കഴിയൂല. അവന്റെ പടപ്പത്തരത്തിന്റെ അസിലിന് ഇതിന്റെ ഉസൂല് ഒരു മുരടുണ്ടാകണം. ശുഅബത്തുൻ, അത് അയ്യക്കൂന ഫീഹി ശുഅബത്തുൻ, ഒരു ശാഖ ഉണ്ടാകണം. ഇല്ലെങ്കിലോ ശൈഖത്ര പണിട്ടാലും ഓ മണ്ടം തന്നെയാണ്. അതിനൊരു കാബിലിയത്ത് വേണ്ടേ. നമ്മെന്താക്കാന് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് കുറെ ചില്ലി വാരിയിട്ട് ആ മുറ്റത്തുള്ള ലോഡ് കുറെ ദേഷ്യം കത്തിച്ചിട്ട് ചില്ലി എടുത്ത് നോക്കിയാൽ ചില്ലി ചില്ലിയുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. വെള്ളം കുറെ തീർന്നു, തീ കത്തി കുറെ വെള്ളിയിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ കാബിലിയത്തിനുള്ളൊരു ഇൻഫിആലുണ്ട്. അവനോട് പ്രവർത്തിക്കുന്ന മറ്റൊരാളെ ഫിഅല് വന്നാല് ഫായിലിയത്ത് വരുമ്പോൾ ഇൻഫിആലിനൊരു വകുപ്പ് വേണം. സൂര്യന്റെ ചൂടേക്കുന്ന അവസരത്തിൽ എന്തുണ്ടാകും? മഞ്ഞ് എന്നുള്ളത് ഒഴുകാനുള്ള സാധനമാണ്. മഞ്ഞ് ഒഴുകിയിട്ടുണ്ടാക്കാൻ ജമാഅത്തിയത്ത് പോയിട്ട് അത് ഒഴുകുന്ന സാധനമായിട്ട് മാറും. വെള്ളം തന്നെ മഞ്ഞ് കെട്ടൊക്കെ എന്താ ഉണ്ടാവില്ല, ജമാഅത്തിയത്താണ്. നാലരു എല്ലാം കൂടെ കെട്ടിട്ട് ഇങ്ങനത്തെ ഒരു കട്ട സോളിറ്റ്. അതെന്താക്ക സൂര്യന്റെ ഫായിലിയത്ത് വന്നു കഴിഞ്ഞാല് ഇൻഫിയാലായിട്ട് മാറും. അതെന്താക്കും? മായി ദ്രാവക രൂപത്തിലേക്ക്, ലിക്വിഡ് ഫോമിലേക്ക് മാറും.
കുറെ ചൂട് അധികം കൊടുത്താൽ ഗ്യാസ് ഫോമിലേക്ക് പോകും, ആവിയായിട്ട് പോകും. അതുകൊണ്ടാണ് ഇതിന്റെ ഇൻഫിയാല് ഏത് സാധനത്തിനും ഉണ്ടാകും, ഫേലും ഉണ്ടാവും, ഇൻഫിയാലും ഉണ്ടാവും. ആ ഫേലിന്റെയും ഇൻഫിയാലിന്റെയും കൂട്ടൊക്കാഞ്ഞാല് മറ്റോ പണിയെടുക്കാൻ തന്നെ നമ്മൾ കണ്ണൂർ ക്ലാസ് നടത്തിയാൽ മതി. ഇപ്പം സീനും സാവും തമ്മിൽ 27 കൊല്ലം പഠിപ്പിച്ചിട്ട് സീനും സാവും വേർപ്പിട്ടില്ല. സാവന്നാലും എല്ലാം സീന ഉച്ചരിക്കാം. എന്തായി ഒരു വസ്ത്രം തിരിച്ച് ലബിസയും വ്യത്യാസമില്ലേ? 300 കൊല്ലവും 9 കൊല്ലം പ്ലസും ഓരവിടെ കിടഞ്ഞുകൂടി എന്ന് പറഞ്ഞതിന് പകരം എന്താക്കി ഒരു വസ്ത്രം ധരിച്ചു. കാല ഒരു പറഞ്ഞ് ഇന്ന് വേണ്ടത് കാല ഒരളന്ന് കാലേക്കാലി തമ്മിൽ വ്യത്യാസം എന്താണ്? ചുരുക്കത്തിൽ അതിന് ഇൻഫിയാലില്ല. ഇൻഫിയാലില്ലാത്തതെന്താ വെറുതെ നയിച്ചിട്ട് പണിയാക്കണ്ടാവും വിട്ടേക്കില്ലേ? ഇത് 99% ഇൻഫിയാലില്ല ഒന്നിനും. ചിലതിനുണ്ടാകാം ഈ തലീമിന്റെ വേദിയിൽ. അതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് ആള് കൂടിയെങ്കിൽ എന്തെങ്കിലും വായിച്ചാൽ തിരിയുന്ന ആൾ എത്ര ഉണ്ടായാലും എത്ര ശതമാനം ഉണ്ടാവും പറഞ്ഞിട്ട് അധികം മുക്കിൽ പണിക്കും കൈക്കോട്ട് പണിക്കെല്ലാം പോകുന്നതിട്ടാണ് ഇത് വായിച്ചാൽ കിട്ടിയിട്ട്. ഇത് മുബത്തദ എന്ന് പറയുമ്പോൾ പറഞ്ഞ മുസ്ലിം മുബത്തദ എന്ന് പറഞ്ഞിട്ടില്ല. പണ്ട് അതൊക്കെയൊക്കെ പറഞ്ഞപ്പോ നമ്മ കാഫ് തന്നീറാന്ന് പറയുമ്പോ മുസന്നിഫ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ ആല ജറിന്റെ റബ്ബാന്ന് മുസന്നിഫ് പറഞ്ഞിട്ടുണ്ടാ. അത് പറയേണ്ട കിതാബ് ഇതല്ലല്ലോ. വേറെ കിതാബിൽ പറഞ്ഞിട്ട് ചേർത്ത് വായിക്കാൻ ഉണ്ടാകുന്നത്. അപ്പോ അസൽ ജിബില്ലത്തിന് എന്ത് വേണം? അതിൻ്റെ ഒരു ശുഴബ് ഉണ്ടാകണം. ചിലർക്ക് എന്താക്കും ആ ശുഴബ പഠിപ്പിക്കണ്ടെന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾക്കൊന്ന് കാണിക്കേ കൊണ്ടു തെറ്റിദ്ധരിക്കപ്പെടുക. ഒരാളെങ്ങനെ എവിടുന്നെങ്കിലും സൂചിപ്പിച്ചാൽ മതി, അന്നെന്താക്കി ഇവർക്ക് തിരുത്തലുകയില്ലേ? ഓ അത് പിഴവാണ്, അങ്ങനെയല്ല വേണ്ടി ഇല്ലില്ല, എവിടെന്നെങ്കിലും ഉണ്ടായിരുന്നു. തൻബീനത്തിനോട് ഒരു പ്രത്യേക കൽബുണ്ട്. ഓരോട് ഫോക്കസ് ചെയ്ത് പറയേണ്ട വായുമണ്ഡലത്തിലും എവിടെയോ ഒന്ന് കേട്ടുപിടിച്ചു. മറ്റൊന്നുണ്ട്, കാതിട്ട് കൊടുത്തിട്ട് ശ്രദ്ധിക്കണം. ബഹുവ ഷഹീദ് കൽബ് എങ്ങോട്ടും തിരിയാത്ത രീതിയിൽ അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കണം. അങ്ങനെ തിരിയുന്ന ആളുണ്ട്. ഒരു മൂന്നാം കിസ്മുണ്ട്, ആ കൽബുമില്ല ഫോക്കസും ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ അതിന്റെ ഓരോ പോയിന്റും വന്നു തരുന്ന നിയമത്താന്ന് മനസ്സിലാക്കുക. ഇനി നേരത്തെ ചില കാര്യങ്ങൾ നീയത്ത് കൊണ്ടും അതിന് ശറഅന്റെ കണക്കനുസരിച്ച് നിന്നാലും എന്താക്കാം, ഇനിയോ ഈ പറയപ്പെട്ട അഖ്ലാഖുകളാകാം. ഇത് പറഞ്ഞില്ലേ, അതെല്ലാം നല്ല നീയത്തുണ്ടെങ്കിലേ കൂലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദുർജാബിൽ അയാൾ എന്താക്കും? ശ്രദ്ധിക്കപ്പെടാം. അയാൾക്ക് എന്തൊരു ക്ഷമയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചാൽ ദീനിയാണോ എന്നാൽ നീയത്ത് വേണം. അതാണ് വേണ്ടിയിട്ടില്ല. അയാൾക്ക് വല്ലാത്ത സുഹൃതാന്ന് ആർക്ക് കൊണ്ട് ഇല്ലായിട്ടാലെയാണെങ്കിൽ സുഹൃത്ത് അംഗീകരിക്കുന്നു. അതാ പറയുന്നത് ദുന്യവിയായി മാറും ഇദാലം യുറദ് ബിഹാ വജ്ഹുല്ലാഹി തആല വദ്ദാറുൽ ആഖിറ. അല്ലാഹുവിന്റെ വജ്ഹും ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല, ദാറുൽ ആഖിറത്തും ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പറയപ്പെട്ട ഹുലുക്കെല്ലാം എന്തായി മാറും? ദുന്യവിയായിട്ട് മാറി. അതിന്റെ ഫലം ദുന്യാവിൽ കൊയ്യൽ മാത്രം. മറ്റേത് ദുന്യാവിലുള്ള സാധനം എന്താക്കി നീയത്ത് കൊണ്ട് ആഖിറത്തിലേക്ക് എത്തിച്ചില്ല. ചന്ദ്രന്റെ ഫീനഫ്സിന്റെ നല്ലതാണ്. ഒരാൾക്ക് ശുക്റുണ്ട്, സബറുണ്ട്, അഫുണ്ട്, ഇഷ്ഫത്തുണ്ട്, തവാദുലുണ്ടെന്ന് പറയാം. അള്ളാഹ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തവാദു നല്ലതാണല്ലോ. അതെ. വലാകിന്നഹാ കുല്ലഹാ മഹാസിനു വഫളായിലു. ആഖിറത്തിലൊന്നും കിട്ടുന്നില്ലെങ്കിലും ദുനിയാവിൽ അത് മഹാസിനാണ്, ഫളായിലാണ്. ബിത്തിഫാഖി അസ്ഹാബിൽ നുഖൂലി സലീമ. സലീമായ അഖിലിന്റെ ഉടമകളുണ്ടല്ലോ, അവരെല്ലാവരും ഏകാഭിപ്രായക്കാരാണ്.
അപ്പൊ അത്തരം അഖ്ലാഖുകള് നല്ലതാക്കുന്നതും അതിനെ തഫ്ദീലാക്കുന്ന കാരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം. എന്താണ്, ചിലർക്ക് ദുനിയാവിൽ വോട്ട് കിട്ടലായിരിക്കും കാരണം, എന്തും ഉണ്ടാവും. ചിലർക്ക് വജ്ഹുല്ലാഹി ആയിരിക്കും. അപ്പൊ മൂജിബ് എന്ന് പറഞ്ഞാൽ അതിനുണ്ടാക്കി തീർക്കുന്ന കാരണങ്ങൾക്ക് മാറ്റം ഉണ്ടാവാം. പക്ഷെ എന്തായാലും സംഗതി ഫീനർസിന് നല്ലതാണ്. ആക്രമണ കുടുംബം നല്ലത് പ്ലസ് നല്ലത്. അതേ അവസരത്തിൽ നോമ എന്നുള്ളത് ദുന്യാവില് മാത്രം, മസ്കലി അതിന് നീയത്തുണ്ടെങ്കിൽ ഉഖ്റവിയോ ഇല്ലെങ്കിൽ ആ പ്രത്യേകമാവും. ഫീനർസ് നല്ലതാണെന്നാരും പറഞ്ഞില്ല. അതാണ് മുഖദ്ദിമ കഴിഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇപ്പൊ 4 ജിസ്മ ഇപ്പൊ ഒട്ടാകെ ഉണ്ടായത്, രണ്ടിനെ 2 ഗുണിച്ചാൽ 4 എണ്ണായില്ലേ? തങ്ങളിൽ ഈ ജലാലും കമാലുമായ എന്തെല്ലാം ഖിസാലുണ്ട് അത് മുഴുവനും തങ്ങളിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. قال الفقيه القاضي المصنف إذا كان خصال الكمال والجلال ما ذكرناه. അപ്പൊ കമാലിന്റെയും ജലാലിന്റെയും കാര്യങ്ങൾ നാം ഇപ്പൊ പറഞ്ഞല്ലോ. ഇനി പറയാൻ പോകുന്നത് ഈ പറയപ്പെട്ട കമാലിന്റെ ഒറ്റൊരു വസ്തു ഒരാളിലുണ്ട്. അതാളെല്ലാം കൂടി എന്താക്കുന്നത്, നല്ല സ്തുതിച്ചു പറയും. അയാളാണെങ്കിലും മരിച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ സ്തുതിക്കപ്പെടുന്ന ആള് ഉദാഹരണത്തിന് മുസ്തഫലി സായിദാന്റെ പ്രസംഗം പോലെ എന്ന് പറഞ്ഞു. മുസ്തഫലി സായിദ് തങ്ങളെ കുട്ടിക്കാലത്തെ ഒപ്പത്തെ അല്ലേ? അയാൾ ലോകപ്രസിദ്ധനായ പ്രാസംഗികനാണ്, അഴിപ്പുണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫസാഹത്തുൽ ലിസാൻ ഉള്ളത് കൊണ്ട് എന്താക്കുന്നത്, അയാളെ സ്തുതിച്ചു പറയുകയും അദ്ദേഹത്തിനെ പോലെ എന്ന് പറയുകയും ചെയ്യും. ചില വിസ്താരത്താണ് അയാള് ഇബ്രാഹിം അദ്ദേഹം വഫാത്തായിട്ട് വല്ലത്തിനെയും എന്നാലും ഓരോ മാതിരിയുള്ള ഒരു ത്യാഗം, സുഹൃത്തിന്റെ ത്യാഗം ഭരിച്ചതിനെ സംബന്ധിച്ചോ അത് ഇബ്രാഹിം അദ്ദേഹമായിട്ടുണ്ട്. ഇതിന് ഏതെങ്കിലും ഒറ്റ വസ്തുവിനായി പറയുന്നത് അല്ലേ? ഇത്തരത്തിലുള്ള എല്ലാ വസ്തുവും അലാ വജ്ഹിൽ കമാൽ ഒരുമിച്ച് കൂടിയത്. പിന്നെന്തായിരിക്കും നിങ്ങൾ പറയാ? നിങ്ങൾ മദ്ഹ് പറയുമോ അല്ല ദമ്മ് പറയുമോ? അതിന് സുഹൃത്തുണ്ടാവാം, പല അലാ വജ്ഹിൽ കമാലല്ല. ഔലിയാക്കൾക്കുണ്ട് സാഹിദ്. പക്ഷേ സഹാബത്തിന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്താൽ അലാ വജ്ഹിൽ കമാലായ. ഇപ്പം പറയും തങ്ങളിനാക്കാണ് മറികടന്ന സാഹിദാണ് ഇപ്പം പറയുന്നത്. മിൻ മശാരിഖിൽ അർളി ഇലാ മഖാരിബിഹ ഇൻസും വജിന്നൻ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ തങ്ങളിനേക്കാളും സുഹൃത. പറഞ്ഞിട്ടില്ലേ, ഇതാക്കാന ഹിസാലുൽ കമാലി വൽ ജലാലി മാ ദക്കർനാ. എന്നിട്ടോ വജദിനൽ വാഹിദ മിന്ന, നമ്മളിൽപ്പെട്ട ഒരാളിൽ എത്തിച്ചു. യശ്റബു ബിവാഹിദത്തിൻ മിന്ന അവിസ്നതൈൻ, ഈ പറയപ്പെട്ട ഹിസാലിൽ നിന്ന് ഒന്നുകൊണ്ടോ അല്ലെങ്കിൽ 2 കൊണ്ടോ അയാൾക്ക് ഷറഫ് കിട്ടി. ഇത് ഇരിത്തഫഖത്തിലഹു, അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഒത്ത് കിട്ടിയെങ്കിൽ, കിട്ടലെന്നെ പൂർവ്വം കിട്ടിയെങ്കിൽ എവിടെ ഏത് കാലഘട്ടത്തിലും അതിന്റെ ഇമാമിൻ നസബിൻ, ഒന്നിക്ക് നസബ് കൊണ്ടാവാം ആ കിട്ടലി, ഔ ജമാല് കൊണ്ടാവാം, ആ ഖുവ്വത്തിൻ അല്ലെങ്കിൽ ശക്തി കൊണ്ടാവാം, ധീരത കൊണ്ടാവാം, അല്ലെ ഇൽമു കൊണ്ടാവാം, ഹിൽമു കൊണ്ടാകാം, ശജാഅത്ത് കൊണ്ടാവാം, സമാഹത്ത് കൊണ്ടാവാം. സമാഹത്ത് തന്നെ വിട്ടുവീഴ്ച, മാപ്പാക്കലി. അങ്ങനെ അയാൾക്ക് എന്തോന്ന് കിട്ടിയിട്ട് അയാളെ കതിര് വലുതായി. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് മൈസാല് പറയും. ഇഷ്ടാർത്ഥല്ലാക്കിട്ട് അലിയാർ തങ്ങളെ ധീരത പോലെ, അലിയാർ തങ്ങളെ ധീരത പോലെ ചിലപ്പോ എന്താകും പോലെ എന്നുള്ളത് വിട്ടിട്ട് ഇത് അലിയാതോ എന്ന് പറയുന്നത്. എന്നിട്ടോ അങ്ങനെ വസ്ഫ പറയൽ കൊണ്ട് കൽബിൽ എന്താക്കി, അൽഫിൽ ഖുലൂബിൽ സ്ഥിരപ്പെട്ടു. അദ്ദേഹത്തിനെ പറ്റി ഒരു ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ഇത് കൈക്കലാക്കിയ ആളാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ.
അതുപോലെ അളമത്തും തിരിയുന്നുണ്ടോ? ആ പറയപ്പെടുന്ന ആളാണെങ്കിലോ കുറെ കാലാപ്പന കഴിഞ്ഞിട്ട് കബച്ചിരി നുരുമ്പി കിടക്കുന്ന ആളായിരിക്കും ഒരു പക്ഷേ. എന്നാലും അദ്ദേഹത്തിന് പറയപ്പെട്ട വസ്തുണ്ട്, അല്ലാതെ കൽബിലുമുണ്ട്, നാവുകളിലുണ്ട്, പദ്യങ്ങളിലുണ്ട്. ഇപ്പൊ ലൈലിയും മജ്നൂനും ഉണ്ടായിനോന്നെ സംശയം. ഇപ്പൊ പാട്ടിലുണ്ട്, ലൈലിയുണ്ട്, മജ്നൂനുണ്ട്. അപ്പൊ അത് ഇബാറത്ത് എന്തായി? ലൈല എന്നുള്ളത് മഹബൂബിനെ തൊട്ട് ഇബാറത്തായി, മജ്നൂൻ എന്ന മൊഹിബിനെ തൊട്ട് ഇബാറത്ത്. അത് ഏതെല്ലോ മഹബത്തിലേക്ക് അത് വിളിച്ചെടുത്തു. സൂഫിയാക്കൾ കൊണ്ടേലും എന്താ അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ അവസ്ഥയുള്ളത്. സമാധന്നുക്ക, അപ്പൊ നീ എന്ത് വിചാരിക്കുന്നു? ഈ പറയപ്പെട്ട എല്ലാ ഹിസാലുകളും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടിയാൽ ആ വ്യക്തിയെ പറ്റി നീ എന്ത് വിചാരിച്ചു? അത് തന്നെ എത്ര? അത് ഒരുമിച്ച് കൂടേണ്ട ഫുൾ കതിർ. ശുക്രാണെങ്കിൽ ആ ശുക്ർ എന്നുള്ളത് അലാ വജ്ഹിൽ കമാൽ, ലഹു ഫീ കുല്ലി കമാലിൻ മിൻഹു കമാൽ. ആ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചില്ല ഉത്തരവ്. ലഹു ഫീ കുല്ലി കമാലിൻ മിൻഹു, തങ്ങളിൽപ്പെട്ട ഒരു കമാൽ എടുത്താൽ എന്തിനുണ്ട്? കമാലും, അതിന് കമാലുണ്ട്. എത്ര വരെ എത്തി? അത് രണ്ടും കണക്കാക്കാൻ കഴിയൂല. വലാ യുഅബ്ബിറു അൻഹു മഖാൽ, വാക്കുകൊണ്ട് പറഞ്ഞിട്ട് തീർക്കാൻ കഴിയൂല. വലാ യുനാലു ബികസ്ബിൻ വലാ ഹീലത്തിൻ, പല കസ്ബും ചെയ്തിട്ടും പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അത് നമുക്ക് കരസ്ഥമാക്കാനൊട്ട് കഴിയൂല. തങ്ങളെ മൂപ്പർ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കിട്ടും? അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്സീസ് ആക്കിയെങ്കിൽ അല്ലാണ്ട് കിട്ടൂല. അതെന്താണ്? ഒന്ന് മിൻ ഫളീലത്തിൻ നുബുവ്വത്തി, അതിനൊന്നും അർത്ഥം വെക്കണ്ട. മിൻ ഫളീലത്തിൻ നുബുവ്വത്തി വൽ റിസാലത്തി, അപ്പൊ റസൂലായി, വൽ ഖുല്ലത്തി ഖലീലായി, വൽ മഹബ്ബത്ത് ഇസ്തിഫാ, ഇസ്റാ, റുഖിയത്ത്, ഖുർബ്, വദ്ദുനൂബി, വൽ വഹയി, والشفاعة والوسيلة والدرجة الرفيعة والمقام المحمود والبراق والمعراج والبعث إلى الأحمر والأسود എന്ന് പറഞ്ഞ എന്താ? എല്ലാ ജനങ്ങളിലേക്കും റസൂലാക്കി ആക്കപ്പെടുക. والصلاة بالأنبياء, അമ്പിയാക്കളെ കൂട്ടി നിസ്കരിച്ചില്ല. ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫാ, തങ്ങളെ ഇമാമത്ത് വന്ന്. വശഹാദത്തി ബൈനൽ അംബിയാഇ വൽ ഉമം, അത് മുമ്പ് പറഞ്ഞല്ലോ, തങ്ങൾക്ക് ഷഹാദത്ത് ഉണ്ട് എന്നൊരു വാക്ക്. വസിയാദത്തി വലുതി ആദം, ആദം അലൈഹിസ്സലാമിന്റെ എല്ലാ മക്കളുടെ മേലിലുമുള്ള സിയാദ് ആണ് സയ്യിദ് വലുതി ആദം. പിന്നെ വലിവാഇൽ ഹംദി വൽ ബിശാറ, ബഷീർ, നദാറത്ത്. പിന്നെ വൽ മകാനത്തി ഇൻദ ദിൽ അർശ്, ഇൻദ ദിൽ അർശി മക്കീൻ എന്ന് പറഞ്ഞല്ലേ, അത് ബശരിയ റസൂലാണെന്നാണ് തങ്ങളിലേക്ക് വരിക. എല്ലാം മലക്കിയായ റസൂലാണെങ്കിൽ ജിബ്രീലിന്റെ വസ്ഫാണ്. അപ്പൊ ജിബ്രീലിന് തന്നെ അങ്ങനത്തെ വസ്ഫുണ്ടെങ്കിൽ പിന്നെ ഔലാഖിയാസല്ലേ. അല്ല, അടുത്തിട്ടില്ല. അവിടുന്ന് മുതാഇൻ തമ്മ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൽ അമാനത്തി വൽ ഹിദായത്തി വറഹ്മത്തിൽ ലിൽ ആലമീൻ വഇത്വാഇർ റിളാ വസ്സുഖ്ലി. റസൂൽ എന്നാണ് ചോദിച്ച കാര്യം. അതെന്തുള്ളത്? ചോദിച്ച കാര്യം അന്തും റജാഇ വസൂലി എന്നറിയില്ലേ, അത് അംസ് തഖ്ഫീഫാക്കിയിട്ട് സൂലി. വല്ലാഹു ഖാദി മസൂലി നബത്തും മനാബർ റസൂലി. അപ്പൊ ഇതൊക്കെ വേണ്ടി എന്താക്കിയാണ് അംസന തഖ്ഫീഫാക്കിയതാണ്. والكوثر وسماع القول وإتمام النعمة ويتم نعمته عليك والعفو عما تقدم وما تأخر ليغفر لك الله ما تقدم وما تأخر. എന്ന് പറഞ്ഞാലോ, മുമ്പ് ചെയ്തു പോയ ദോഷങ്ങളും പിറകെ ചെയ്ത ദോഷങ്ങളും എല്ലാം പുറത്തുനിന്ന് ആ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഇസ്മത്താണ്. അത് മറ്റോനെ പറയാൻ കഴിയുള്ളൂ, കുറ്റം കിട്ടുമായിരിക്കും.
അതുപോലെ ശറഹു സദർ അലം നശ്റഹ്, പിന്നെ വവളഅനാ അൻക വിസ്റക, അതായത് കുറഞ്ഞ കൊല്ലം കൊണ്ടെന്താക്കി തങ്ങളുടെ തബലീഗ് എത്തിക്കാനുള്ള പമ്പിച്ച ഭാരം ഒരാളെ നന്നാക്കാനല്ല ഇവിടെ. സകലയാളെ ചുവരിലേക്കും ഇതെത്തണം, ആ തബലീഗ് എത്തണം, ഒന്നിക്ക് നേരിട്ടെത്തും, എല്ലാം വാസത്തിയോടുകൂടി എത്തും. എന്നിട്ട് ആ എത്തിയത് എന്താക്കണം, അവരുടെ ജീവിതം അഖീദ മുതൽ വസ്ത്രധാരണം വരെയും അവരുടെ ഹറക്കാത്ത് സകനാത്ത് മുഴുവനും അതിലേക്ക് മറിയണം. തടയവാക്ക് വഴിപ്പെട്ട ഒന്നില്ല. മുബീനാണെങ്കിലും എന്നിട്ടോ മറ്റുള്ള നക്ഷത്രങ്ങളെ പോലെ മാതൃകയാണ്. ആരെങ്കിലും വിഭിച്ച രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു, ആ പദവിയിലേക്ക് എത്തിക്കണം. ഇത് ചെറിയ ഭാര നമുക്ക് നടക്കൂല. അവിടെ റബ്ബില്ല എന്ന് പറയുന്ന ഒരു മാസം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് ഉദാപ്പള്ളിയിൽ ഖുർആൻ വെച്ചിട്ട് ഒരാളെ വന്ന് റബ്ബില്ല, നമ്മൾ റബ്ബ് ഉണ്ടായതുകൊണ്ടല്ലേ പണിയൊട്ടാൻ കിടക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നത് നിങ്ങൾ വാത്തിന്റെ ഒരു ആയത്ത് പോലും പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടെന്നുണ്ട്. പിന്നെന്താ പറയണ്ടേ? തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടല്ലേ ലക്ഷത്തിൽ ഒരാളെ ഹജ്ജത്തുൽ വദാഇൽ അത് തന്നെ പങ്കെടുത്തവരല്ലേ. ചിലപ്പോ പങ്കെടുക്കാൻ സാധ്യമാവാത്തവരുണ്ടെങ്കിലും അല്ല ഖുർആൻ ആയത്തിലേക്കുള്ള ഓരോ സൂചനകളാണ്. ഇത് സക്കീനത്തിറങ്ങൽ എന്ന് പറഞ്ഞാൽ ഫഅൻസലല്ലാഹു സക്കീനത്തഹു എവിടെ ഹുനൈൻ യുദ്ധത്തിലുണ്ടായിരുന്നു, പിന്നെ ഖാർസൂറിലുണ്ടായിരുന്നു, എല്ലാ രംഗത്തുണ്ട്. പിന്നെ ഏതാ മലായിക്കത്തിനെ കൊണ്ട് ശക്തിപ്പെടുത്തല് ബദറിൽ എന്താക്കി 5000 അല്ലേ. അതുപോലെ പിന്നെ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 7 വട്ടം മടക്കി ഓതുന്ന ആയത്ത് ഫാത്തിഹ അപ്പൊ ഖാസായി, ഖുർആനുള്ള നിയമ ആമുമായി. ഉമ്മത്തിനെന്താക്കി തസ്കിയത്താക്കി. അതുകൊണ്ടാണല്ലോ അവർക്ക് സാക്ഷിക്ക് പറ്റിയത്. അമ്പിയാക്കൾക്ക് വരെ സാക്ഷി നിൽക്കാന് ഉമ്മത്ത് സാക്ഷിയായി. അള്ളാഹുവിലേക്ക് ക്ഷണിക്കല്. ഖുർആനിലല്ല അതോടൊപ്പം ചാടിയട്ടെ. പിന്നെ ആയത്തിന്റെ ഓരോ തിരിനാക്കിയല്ലേ. തങ്ങളുടെ പേര് കൊണ്ട് അല്ലാഹു തആല ഖസമ ചെയ്ത ഒരു ബാബ് കഴിഞ്ഞു. അല്ലാഹു തആല ഉത്തരം ചെയ്തു. മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തു. അങ്ങനെ പലതും. ജമാദാത്ത് സംസാരിച്ചു. എന്നുവെച്ചാൽ സംസാരിക്കാൻ സാധ്യമാവാത്ത മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. കേൾക്കാൻ കഴിയാത്തവളെ കേൾപ്പിക്കല്. അടിയിൽ നിന്ന് വെള്ളം ഒട്ടിയൊലിക്കല്. കുറഞ്ഞ ഭക്ഷണം കൊണ്ടെന്താക്കി ധാരാളം ആളുകൾക്ക് കൊടുത്തു. പിന്നെ ഷറഹി പറയുന്നുണ്ട്. ഇത് ഏതൊരു വിഭാഗത്തിലുണ്ട് നല്ല മൂപ്പർ തോന്നുന്നുണ്ട്. പിന്നെ അയ്യാന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങൾ മറ്റൊന്നും മറിക്കല്. അതെ, കൽബിൽ ഇൻസാനില്ലല്ലോ, അയ്യാൻ തന്നെ ഇവിടെയുണ്ട്. അയ്യാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വസ്തുക്കളല്ലേ. അതെ അതെ, വടി കൊടുത്തിട്ട് വാളയല്ല. ബദർ യുദ്ധത്തിൽ പറഞ്ഞിട്ടില്ലേ, പേടി കൊടുത്തിട്ട് സഹായം ചെയ്തു. ഗൈബിന്റെ മേൽ ഇത്ലാഹ്, മേഘം തണലിടലി, കല്ലുകൾ തസ്ബീഹ് ചൊല്ലലി, ഷോക്കേടുകൾ മാറല്, ഇങ്ങനെ അധികവും ഖുർആനിലുണ്ട്. പിന്നെ സഹിഹായ പല ഹദീസുകളിലുമുണ്ട്. എന്താ പറഞ്ഞറിയോ? റദ്ദുശംസ്
ചിലർക്ക് ഇൻകാറാക്കിയത് കൊണ്ട് ഇൽമിന്റെ ഹലുകാലം മുഴുവനും അത് പഠിച്ചു വെക്കൽ അനിവാര്യമാണെന്ന് നാം പറഞ്ഞു. തന്നില്ല മുത്തക്കബീറും ജബ്ബാനും അതിൽ അഭിപ്രായമില്ല. ഉണ്ടോ? ഹാദാനിൽ ഹദീസാനി സാബിത്താനി ഉണ്ടോ? വറുവാതുഹുമാ സിഖാത്തുൻ വനുഖില അനിൽ ഇമാമി അഹ്മദ് ബിൻ സാലിഹിൽ മിസ്രി അന്നഹു കാന യഖൂൽ ലാ യൻബഗി ലിമൻ കാന സബീലുഹുൽ ഇൽമു. ഒരുത്തൻ ഇൽമിന്റെ മാർഗത്തിലാണെങ്കിൽ അവന് പാടില്ല അത്തഖല്ലുഫു അൻ ഹിഫ്ളി ഹദീസ് അസ്മാ. അസ്മാ ബീബി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ തൊട്ട് ഒഴിഞ്ഞു മാറേണ്ട അവന് പാടില്ല. അസ്മാ ബീബിയാണ് ഇത്. അതുപോലെ തന്നെയാണ് ഇത് ഇഷിഖാഖുൽത്താൻ പറഞ്ഞത്. അതായത് എതിര് പറയുന്ന ഇൻകാറാക്കുന്ന കുറച്ച് കൂട്ടുണ്ടല്ലോ, അവർക്ക് റദ്ദായിക്കൊണ്ട് നമ്മൾ എന്താക്കണം, മനപ്പാടാക്കിയിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ വെട്ടറിനെണ്ണി ഇതെല്ലാം കൂടെ ഒരു വക്കതിയിൽ അലാ വജീൽ കമാൽ നിർമ്മിച്ചു കൂടിയാൽ അതൊരു യോഗത്തിൽ ആളുകൂടി യോഗത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയൂല. വലാ യുഹീതു ബിഇൽമിഹി, അതിന്റെ ഇൽമ് മുഴുവനുമായും അറിയൂല. ഇല്ല മാലിഹു ദാലിക, അത് കൊടുത്ത പടച്ചോനിക്കല്ലാണ്. അല്ലാഹു ഇല്ലേ വമുഫദ്ദിലുഹു ബിഹി, അതിനുകൊണ്ട് തഫ്ദീലാക്കി അല്ലാഹുക്കല്ലാണ്ട് പറയാൻ കഴിയൂല. ഇതുകൊണ്ട് പറ്റ തീർന്നു എന്നല്ല, 1000 ഖുസൂസിയാത്ത് ഖസായിസിൽ എണ്ണിയിട്ടുണ്ട്. ഓതേണ്ട കിതാബാണ്. നമ്മൾക്ക് പഴയ കല്ലിന്റെ തപായിട്ട് വായിക്കാൻ കിട്ടുന്നില്ല, ഒന്ന് അച്ചടിച്ചതേ ഉണ്ട്. അതിനെക്കൊണ്ട് ഒരു ഉപകാരത്തിനെത്തണ്ടേ. ഇപ്പൊ പുതിയ തപ ഉണ്ടാവും. എന്നിട്ടോ ഇതൊക്കെ ദുനിയാവിൽ ലാഹിറായ ചില കാര്യങ്ങളാണ്. ഇത് പരലോകത്തെത്തിയാൽ ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ടെന്നാ. പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ തരിക എന്ന് പറഞ്ഞില്ലല്ലോ, അത് മുഖമാക്കി. തങ്ങൾ പൊരുത്തപ്പെടാമെന്ന് എന്തുണ്ടോ അതെല്ലാം തരുമെന്ന് പറയുമ്പോ بمنازل الكرامة ودرجات القدس ومراتب السعادة والحسنى والزيادة للذين أحسن الحسنى وزيادة إن برنايتان التي تقف دونها العقول. അതൊക്കെ പറഞ്ഞാല് ബുദ്ധികൾ എന്താക്കും, എനിക്ക് അവിടത്തേക്ക് എത്തുന്നില്ല എന്നൊക്കെ പിൻവലിക്കും. വയഹാറുദൂന അദാനിഹാ, അതിന്റെ താഴ്ന്ന പടി പറഞ്ഞാൽ തന്നെ എന്താക്കും, വൽവഹുമു, വഹുമല്ല തളർന്നു പോകും. മുഴുവൻ നാട്ടിൽ 21 ഒരു 100 എണ്ണീനാ, 100 എണ്ണിയാ തന്നെ 900 ബാക്കിയില്ല. ഈ ഓരോത്തിനെ പറ്റി ഹദീസിന്റെ തെളിയിക്ക് പറയൂ. അപ്പൊ ആ ഫസൽ കഴിഞ്ഞ് നോക്ക്. ഫസലുൻ ഫീ ജമാലി സൂറത്തിഹി വഹുസ്നിഹി, വഹുസ്നി എന്നല്ല ഇലാ ജമാലി. അല്ലെ പേരാ മാറ്റർ ഒന്നല്ലേ കൊളുത്തുണ്ട് പയ്യൻ കൊളുത്തിലുണ്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം സൂറത്തിന്റെ ജമാഅത്ത്, അതുപോലെ ആളാക്കളുടെ ഭംഗിയും അതിന്റെ പരസ്പരമുള്ള യോജിപ്പും അതേ ഇപ്പൊ തുടങ്ങുന്നുള്ളൂ. സ്വയം കൊൽത്ത നീ ചോദിക്കും, ഇതാ കൊൽത്താന്നല്ലേ അക്രമക്കല്ലാഹ് എന്ന് വെച്ചാൽ നമുക്ക് മൂപ്പറവാകെ ദുആ കിട്ടിയത് എന്താ പറയല്, ലാ ഖഫാഅ അലൽ ഖത്ഇ ബിൽ ജുംല, മൊത്തത്തിൽ നമുക്ക് തീർത്ത് പറയാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലൻ നാസി ഖദ്റാ എന്ന് മൊത്തത്തിൽ പറയാം. അല്ലാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖദ്റുള്ള വലിയ ഖദ്ർ
സലാത്തിനില്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബി ആലിൽ ഖദ്ർ എന്നാണ് ഒരു റിവായത്ത്, അലിയിൽ ഖദ്ർ എന്നാണ് മറ്റൊരു റിവായത്ത്. പൊതുവെ അലിൽ ഖദ്ർ എന്നാ പറയല്. ഒരാൾ അലിയിൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം കർശനമാക്കുന്നു കൊടഞ്ഞ്. ആലി എന്താ ചെല്ലാത്ത? ഞാൻ ചെല്ലൂല. എന്തുകൊണ്ട്? ആലി എന്ന് പറഞ്ഞാല് അലിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം? ബഷീർ ഉസ്താദ് പറ. ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട് ഗുഡ്, ബെറ്ററും ബെസ്റ്റും നോക്കിയാല് ഗുഡ് പറയുന്ന സ്ഥാനത്ത് ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞതാണ് തെറ്റ്. 3 സ്ഥാനം ഇല്ലേ? ഒന്ന് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലെറ്റീവ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ ഗുഡ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ബെസ്റ്റ് എന്ന് പറഞ്ഞത് തെറ്റായി പോയോ? ആലി അതിനേക്കാളും ഏതാണ് കൂടുതലുള്ളതാണ് അലി അല്ലേ? മുബാലകുണ്ട് അല്ല, അലിയും അലി ദേശം തന്നെ. അത് അപ്പൊ ആലി എന്നുള്ളതിനേക്കാണ് അലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തെറ്റ്? കൂട്ടി പറഞ്ഞ കളവല്ലല്ലോ പറഞ്ഞത്, അത് ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ അതിനേക്കാണ് അലിയാള് വേറെ കാണിച്ചെന്നാല്. ഏതോ സ്ഥലത്തിൽ സയ്യിദിനെ കൂട്ടിയ ആരോ മുനാക്ക ചെയ്തൂല, ആരെ പായക്കുട്ടി തങ്ങളെ റളിയല്ലാഹു അൻഹു ചാവക്കാട്ട്. എടാ, സയ്യിദ് എന്ന് പറഞ്ഞ ഒരു ലഫ്ദ് അറബിയിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് മുഹമ്മലാണോ അല്ല മുസ്തഅമലാണോ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിക്കാത്ത, ഒന്നിനും ഒരു വേദിയിൽ ഉപയോഗിക്കാത്ത ഒരു പദം മുസ്തഅമലാണ്. ആ മുസ്തഅമലി ഹഖീഖത്തുണ്ടോ മജാസുണ്ടോ? മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ അതിൽ അവകാശത്തോടുകൂടി യഥാർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ മേഖല. മജാസ് എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാണ്ട് പറയാം അല്ലേ? ഹഖീഖത്തുണ്ട് മജാസുണ്ട്. അപ്പോ ഹഖീഖത്തിന് ആയിരിക്കാം ഉപയോഗിക്കേണ്ടത്? ഹഖീഖത്തിന്റെ. അപ്പൊ ഹഖീഖത്ത് ഒഴിവാക്കിയിട്ട് മജാസിന് നീ കൊടുക്കുമ്പോ ഹഖീഖത്തിന് കൊടുക്കാണ്ടിരിക്കല. അതോടൊപ്പം തന്നെ അന സയ്യിദുൽ ജിഹാദം സയ്യിദ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ സയ്യിദ് എന്ന് പറഞ്ഞാൽ തെറ്റായി പോയി നീ പറയുന്നു. വിട്ട് കൊടുക്കൂല. തിരിയുന്ന ആള് പറഞ്ഞല്ലോ. അതെ, ബാങ്ങിന് കൂട്ടരുണ്ട്. എന്നിട്ട് കപ്പിടിപ്പത്ത് വിളിച്ചാൽ അങ്ങനെ ഉണ്ടാകും. കാണാൻ പടം കൊണ്ട് കൊടുത്തു. ഈ പറഞ്ഞ തെളിവെന്തുണ്ട്? ഇസ്തിഹ്ബാബു ഹത്താ ഫിൽ അദാൻ, ബാങ്കിന് വരെയും അത് കൂട്ടണമെന്നാണ് എന്റെ കലിയ. നിഹാൻ ഇബാറത്ത് മൂപ്പറ പറയുന്ന കോയക്കുട്ടിത്തങ്ങൾ എന്തൊരു ഫഖീഹ് പഠിച്ചാണ്. ഞാൻ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മുസ്താനി ചവക്കടുക്ക പള്ളിന്റെ പുറത്തുണ്ട് ഒരു പാർപ്പുണ്ട് കിട്ടിയിട്ട്. മാത്രമല്ല ലഫ്ദിന്റെ വസനുണ്ടല്ലോ അലിയില് അങ്ങനെയൊക്കെ. നബി നബിയിലാണ് ഫഈൽ വസനി, ഹബീബ് ഫഈൽ വസനി, അലി ഫഈൽ വസനി, അൽ ഹലീം ഫഈൽ വസനി. അപ്പൊ ഫഈൽ വസനി ഇങ്ങനെ മുനാസബാത്തിൽ ലഫ്ദിൽ വന്നാൽ ലഫ്ദിയായ ചുരുക്കുണ്ടല്ലോ. കുറെ എന്റെ കലമ്പി ഞാൻ പറഞ്ഞേ അതെല്ലാം തീർന്നാ. ഇനി ഞാൻ ഒന്ന് അധികം ചൊല്ലും. അലിയുൽ ഖദ്ർ ഇപ്പവും ചൊല്ലുന്നു. നിങ്ങൾ പറഞ്ഞെല്ലാം പറഞ്ഞു. അതിനുണ്ടാവും ചിലപ്പോ 2 ഗ്രൂപ്പ്. വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇതിനുള്ളതല്ല. ഗ്രൂപ്പിൽ വെക്കന റബ്ബന ചെല്ലണോ റബ്ബൻ ചെല്ലണ്ടേ ഒരു ഗ്രൂപ്പ്. എല്ലാം ഗ്രൂപ്പാണ്. പണ്ട് ജലാലി ഒരാൾ ഗ്രൂപ്പുണ്ട്. ഇത് ബഹാദൂർ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഒരു ഗ്രൂപ്പിന്റെ അഭിപ്രായം അതെന്തോ അച്ചടി തെറ്റാണ്. അതെല്ലാവരും പറയുന്ന ഇത് എന്തല്ലോ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബിഹാന അമീറാണ്. ഇതിന്റെ അപ്പം ദൂർ നഷ്ടം കിട്ടുന്നില്ല.
ഒന്നുമല്ല, ഇവിടെ തന്നെ ഈ ഷറഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹാദുർ അത് അതിലൊന്നുണ്ട്. ഫാർസി മുഅറബുൻ, ഫാർസിയൻ മുഅറബുൻ, അറബിയിലേക്ക് വന്നിരുന്ന ഫാർസി ലഫ്ളാണത്. സയ്യിദുൽ ഖൗം, വീരൻ, യോദ്ധാവ് എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഷാഹജഹാൻ എന്തെന്നും ജലാലില്ല എന്നെന്തെന്നു ഷാഹജഹാനി ഖിലാദത്തൽ ലിഖിയാനി ഫീ അൻഹുരിൽ ആഇയാനി തിജാന ഷാഹജഹാനി. ഷാഹ് എന്ന് പറഞ്ഞ രാജാവ്, ഷാഹ് എന്ന് പറഞ്ഞ രാജാവ്, ഷെയ്ഖ് എന്നൊക്കെ അർത്ഥമുണ്ട്. ജഹാൻ ഏതാണ്? ലോകം. അതേതാണ്? പിന്നെ ഹന്തക്കൂസ് എന്നാക്കാൻ ഇപ്പൊ ആ ഒരു പാർട്ടിയും കിട്ടിയിട്ടില്ല. ഉദ്ദേശിച്ചത് നിങ്ങൾ ഉപ്പയിലുണ്ട് ഹന്തക്കൂസ് എന്നൊരാള്. ഏത് നിബന്ധനയാണ്? തിരുവങ്ങാടി അക്ഷരിയിലുണ്ടാവും ഹന്തക്കൂസ്. എന്താ ഹന്തക്കൂസ്? ഉദ്ദേശിച്ചാൽ ഉൾപ്പിയ ഇപ്പൊ എരുമപ്പൊത്ത് നാട്ടം പറഞ്ഞാൽ അതും വായിക്കൂലേ? ഇവന് എരുമപ്പൊത്ത് അതും വായിക്കുമല്ലോ. അപ്പൊ നിന്റെ അവിടുത്തെ കേട്ടല്ലോ അലിപ്പോന്നു ഇവന്റെ ഹന്തക്കൂസ്. ചുരുക്കത്തിന് മരിച്ചെന്നെല്ലാം വായിക്കും. ഇതായി പരിപാടി. പോട്ടെപ്പാ, ഇപ്പൊ കാലങ്ങനെ പോയി. അപ്പൊ മൊത്തത്തിങ്ങ് പറഞ്ഞപ്പം മനസ്സിലായി. ഇനി പറയുന്നത് എന്താണ്? അതിന്റെ തഫ്സീൽ ഓരോന്നും വ്യാഖ്യാനിച്ചതിരണോന്ന് ഞാനാ കേൾക്കാനാ കാത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. മഹല്ലിനാൽ ഏറ്റവും ആദമാണെന്നും മൊത്തത്തിൽ തീരുമാനിച്ചു. മഹസനുകളാലും ഫദ്ലിനാലും ഏറ്റവും അക്മലുമാണ് എന്ന് പറഞ്ഞു അല്ലേ? ഹിസാലുകൾ എന്താക്കി തഫ്സീലാക്കി. അത് എത്ര എണ്ണിയുന്നുണ്ട്? ഫളീലത്ത്, നബുവത്ത്, റിസാലത്ത്, ഖുല്ലത്ത്, മുഹബ്ബത്ത്, അങ്ങനെ എണ്ണിയില്ലേ? എണ്ണി നോക്കുമ്പോൾ ഇത് ഓരോന്ന് കേട്ട് പഠിക്കണമെന്ന് നമുക്ക് കൂടി വന്നിട്ടുണ്ട്. മുസന്നിഫ് അതിന് അവസരം ഉണ്ടാക്കണമെന്നാ പറഞ്ഞു. ഓരോന്നിനും പറയണം. മദ്ഹബൻ ജമീല, നല്ല ഒരു മദ്ഹബ് തഫ്സീലാക്കി. അതുകൊണ്ട് ശവ്വകനി, എനിക്ക് ആശ വെപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ തങ്ങളുടെ ഔസാഫിന്റെ തഫ്സീൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വല്ലാതെ കുടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുസന്നിഫ് തന്നെ പറഞ്ഞു. അതിന് ഉത്തരം കൊടുക്കണ്ടേ? ചോദ്യം തരുന്നല്ലോ. നവ്വറല്ലാഹു ഖൽബി വഖൽബക, അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. വല്ലാഹു അല്ലാഹു ഫീ ഹാദൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബി വഹബ്ബക. അതും അന്നക ഇദാ നദറത ഇലാ ഖിസാലിൽ കമാലില്ലതി ഹിയ ഗൈറു മുക്തസബത്തിൻ, കസ്ബ് ചെയ്തുണ്ടാക്കാത്ത ഖിസാലുൽ കമാലുണ്ടല്ലോ, അത് കസ്ബിൽപ്പെട്ടതല്ല. അത് ഇനി കസ്ബുള്ളത് വേറെ പറയാം, വഹബിയുള്ളത് വേറെ പറയൂ. ഇപ്പൊ കസ്ബില്ലാതെ കണ്ട് കിട്ടിയ കമാലുണ്ട് ഔസാഫ്. വഫീ ജിബില്ലത്തിൽ ഖിൽഖത്തി, സൃഷ്ടിപ്പിന്റെ ജിബില്ലത്തിലുണ്ട്. വജത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കാം. ഹായിസൻ ലിജമീഇഹാ, അത് മുഴുവനും തങ്ങൾ ഒരുമിച്ച് കൂട്ടിയതായിട്ട് എനിക്ക് എത്തിക്കാൻ കഴിയും. മുഹൈതം ബിശതാത്തി മഹാസിനിഹാ, അതിന്റെ മഹാസിൻ എന്ന് പറഞ്ഞാൽ അഹ്സൻ ഗൈറു ഖിയാസയിൽ ജമ്മാനാണ്. അതിന്റെ ഏറ്റവും മഹസനായ ചിന്നിച്ചതറി കിടക്കുന്ന ഓരോ പൊട്ടും പൊടിയും ഉണ്ടല്ലോ, അത് മുഴുവനും ഒരു പൊട്ടു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് കുറവുണ്ടെന്ന് പറയാനാ, അത് വരെ ഉണ്ടാവില്ല. മുഹൈത്തൻ ദൂന ഖിലാഫി, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ബൈന നഖലത്തിൽ അഖ്ബാർ, അഖ്ബാർ എന്നുള്ളത് ഖബറുകളെ നഖല് ചെയ്യുന്ന നാഖിലീങ്ങളും വിധാനിക്കും. അതിന്റെ ഇടയിൽ ഖിലാഫില്ല. ബൽ ചിലതെന്താക്കി എത്തിയിട്ടുണ്ട് മബ്ലഗൽ ഖത്ഇ, ഖത്ഇന്റെ മബ്ലഗ് എന്ന് പറഞ്ഞാൽ ഹഖുൽ യഖീനിനെ വർത്തമാനെത്തിയിട്ടുണ്ട്. അതിപ്പോ ഇപ്പൊ വാഹിനെ ആദ്യം പറയുന്നുള്ളൂ. അമ്മ സൂറത്തു വജമാലുഹാ, സൂറത്തിന്റെ ജമാലി, വതനാസബു അഅളാഇഹി, തങ്ങളുടെ അംഗങ്ങളുടെ തനാസബ്, അത് ഒന്നിനൊന്ന് ഓരോ അംഗങ്ങളുണ്ടാവും. കൈക്ക് കൈ ഉണ്ടാവും, കാലിന് കാലുണ്ടാകും, കണ്ണിന് കണ്ണ്, അങ്ങനെ ഓരോ.
ഫീ ഹുസ്നിഹ അതിന്റെ ഹുസ്നിൽ فقد جاءت الآثار الصحيحة والمشهورة الكثيرة സഹീഹായ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്, അതുപോലെ മശഹൂറായ ഹദീസുകളും വന്നിട്ടുണ്ട് ധാരാളമാണ്. ബിദാലിക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെല്ലാം റിപ്പോർട്ട് من حديث علي وأنس بن مالك وأبي هريرة والبراء بن عازب وعائشة أم المؤمنين وابن أبي هالة وأبي جحيفة وجابر بن سمرة وأم معبد وابن عباس ومعرض بن معيقيب هذا المنبغ كاتب البيران وأبي الطفيل والأداء بن خالد وخريم بن فاتك وحكيم بن هزام അങ്ങനെ അറിയണം. ഖദീജ ബീബിന്റെ ഞങ്ങളാ അമൗണ്ട് കൊടുത്തിട്ടില്ലേ അവരല്ലേ മറ്റേ സൈദ് വിലക്കെടുത്തിട്ട് തങ്ങൾക്ക് സമ്മാനിച്ചെന്ന് പറഞ്ഞു. ഇത്താത്ത കൊണ്ട കൊടുത്ത് വഗൈരിഹിം ഇത്രയും സഹാബികൾ ഇതുകൊണ്ട് തീർന്നതല്ല. വഗൈരിഹിം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാക്കിയതിനാ എല്ലാം ഇത്രയും സഹാബികൾ തങ്ങളെ കണ്ടവരാണല്ലോ ഇവർ റിപ്പോർട്ട് ചെയ്ത്. ഇത് വേറെ പലരുണ്ട്. എന്തുണ്ട് മീൻ അന്നഹു ഇതൊക്കെ ഒറ്റ വാക്കേ മൂപ്പറുണ്ടോ. മീൻ എന്താണ് അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറൽ ലൗനി. ലൗന ആദ്യം കാണുമ്പോൾ ലൗന കാണും. അസ്ഹറുൽ ലൗൻ അസ്ഹർ എന്ന് പറഞ്ഞാൽ നയ്യിറുൽ ലൗൻ ഔ ഹസനഹു എന്ന് ഏറ്റവും ഭംഗിയുള്ള കളറാണ് ലൗന്. ലൗനിനാണ് അസ്ഹർ സിഫത്ത്. ഓരോ നിറത്തിനുണ്ടാകുന്നുണ്ട് അതിൻ്റെതായ ഒരു ശോഭ. ചില പുഷ്പങ്ങൾ പിന്നെ കാണാൻ ഇങ്ങനെ ഒരു 100 എന്ന പോലെ വന്നപ്പൂ നോക്കിയട്ടെ വെറും മഞ്ഞല്ലല്ല, മഞ്ഞക്ക് മഞ്ഞളുണ്ടല്ല, അതിൽ എന്തോ ഒരു എന്നതുപോലെ. അപ്പൊ ശോഭനീയമായ കളർ, അതായത് ഒരു കളറ് ആ കളറിന് ഒരു ശോഭ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിളക്കം ഇതിനുണ്ടാകും. അന്നഹുൽ ലൗനുൽ അബിയദു വൽ മുനീറുൽ മുശ്രിഖു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബിയദാണ്, അത് തനിച്ചബിയദല്ലല്ലോ. ഇബ്റൻ തശറബു താലു ജൈനൻ റാതുക എന്ന് പറഞ്ഞു. ഇബ്റൻ തശറബു താലു ജൈനൻ റാതുക, അങ്ങനെ റാത്ത് കണ്ടാല് സ്വർണവും വെള്ളിയും കൂട്ടിക്കരത്തിൽ മിക്സ് ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും. എന്നിട്ട് ആ സ്വർണത്തിന്റെ ആ ചുവപ്പ് കളർ വെള്ളിയുടെ വെള്ളം. അപ്പൊ ഓരോന്ന് അർത്ഥം മനസ്സിലാക്കി വെക്കണം, കുറച്ച് പ്രയാസമുണ്ട്. അന്നഹുൽ ലൗനുൽ അബിയദു വൽ മുനീറുൽ മുശ്രിഖ്, വെളുത്ത കളറിൽ പ്രകാശിക്കുന്ന ഒരു ശോഭ കലർന്നാൽ എന്താ ഉണ്ടാകല്? തിളങ്ങുന്ന കളർ, ഒരു തിളക്കം. അതാണ് ആദ്യത്തെ പറഞ്ഞത്. ഇനി ഓരോന്നെണ്ണിക്ക് 100 നോക്കൂ. അത് അജ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ വസ്തുത. അത് ചിലതൊക്കെ തിരുമതിയിൽ അത് അജുൽ ഐനൈനി തന്നെയുണ്ട്. ഇവിടെ മൂപ്പർ ഇഖ്തിസാറൊക്കെയാണ്. അത് അജ് അത് കണ്ണിന്റെ വസ്തുവാണെന്ന് എല്ലാവർക്കും തിരിയും. പിന്നെ അപ്പൊ ദഅജ് എന്ന് പറഞ്ഞാൽ എന്താ? ശിദ്ദത്തു സവാദിൽ ഐനൈനി, കണ്ണിന്റെ കറുപ്പുണ്ടല്ലോ, കറുപ്പും വെളുപ്പും ചേർന്നല്ലേ കണ്ണിന്റെ ഉള്ളിൽ. ആ കറുപ്പ് നല്ല ശക്തിയാണ്. കളർ മാറി എന്താക്കും? പൂച്ചക്കണ്ണയോ. അതെ, ഞാനി അൽ ഹദക്ക, കണ്ണുകൊണ്ട് ഉദ്ദേശിക്കും കണ്ണിന്റെ ആ ഹദക്കത്താകുന്ന പാത്രം ഉദ്ദേശിക്കുന്നത്. അതെ, മായ സാഹിത്യ അതിന് വിശാലതയുണ്ട്. അതാണ് അത് അജ്. ഇനിയും കണ്ണിന്റെ വരട്ടെ. അഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാല് കണ്ണിന്റെ വിശാലത എന്നാണ്. അപ്പൊ കുറേ കുഞ്ഞി കണ്ണല്ല, അപ്പൊ കണ്ണിന്റെ വസ്തുവിനെ പിന്നെ. അപ്പൊ അത് അജ് അഞ്ചലി. അഷ്കൽ എന്ന് പറഞ്ഞാൽ എന്താ? റിവായത്ത് മുസ്ലിം ജാബിരിൻ അഷ്കൽ അൽ ഐനൈനി. അപ്പൊ കണ്ണിന്റെ വസ്തു തന്നെയാണ് അഷ്കലു. ഐ ഫീ ബയാദിഹാ ഹുംറത്തുൻ അല സഹീഹി, ആ ബയാദിന് ഒരു ചുവപ്പ് കളറുണ്ട് എന്നാണ്. അവിടെ പണ്ട് ആരാ ചോദിച്ചില്ലേ ബഹീറാനോട്, അവിടെ കണ്ണിന് ഒരു ചുവപ്പുണ്ടോ? അതിപ്പോ ആരിലായി വന്നതാണോ? എപ്പോഴും നിലനിൽക്കുമോ? ചോദിച്ചില്ലേ? അതാണ്.
അഷ്കൽ. അപ്പൊ കണ്ണിന്റെ എത്ര വസ്ഫ്? അത് അഞ്ചല് അഷ്കൽ. ഇനി അഹ്ദബൽ അഷ്ബാർ, ഷഫർ എന്ന് പറയുന്നത് കൺപോളയാണ്. കൺപോളയില് ഹുദുബ് നിറഞ്ഞവരാണെന്ന് അർത്ഥം. അഹ്ദബ് ഹുദുബ്, മുഖത്തുള്ള മുടികൾ എണ്ണിയാല് ഇതിന് ഹാജിബ്, ഇതിന് ഹുദുബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ, ഇതിന് ഷാരിബ്, ഇതിന് ആരില്, ഇതിന് ലിഹയ്യത്ത്, ഇങ്ങനെ പല പാർട്ടുകളുണ്ടല്ലോ. അപ്പൊ ഹുദുബ്. അപ്പൊ അഹ്ദബുൽ അഷ്ഫാർ എന്ന് പറഞ്ഞാൽ റവാഹു തിർമിദി അൻ അലിയിൻ കസീറ ശഅരി ഹുറൂഫി അജ്ഫാനി ഐനൈഹി, രണ്ട് കണ്ണിന്റെ പോളന്റെ വക്കത്ത് ധാരാളം രോമങ്ങളുണ്ട്. ഒമാന്നല്ലോ പറയല് നമ്മുടെ മലയാളത്തിൽ. ഐ കസീറ ശഅരി ഹുറൂഫി അജ്ഫാനി ഐനൈഹി, അതിനെ ഹുദുബ് എന്ന് പറയും. ഹുദുബ്. അപ്പൊ അതിനെന്താക്കി? ഇസ്മത്ത് അബ്ദിലാക്കിയിട്ട് അഹ്ദബ്, ഹുദുബ് കൂടിയവര് കണ്ടോ? ഹർഫുല്ലായി ഏത്? ഷഫർ. ഷഫർ. وعن ابن عباس رضي الله عنهما مرفوعا ان الله لا يعذب حسان الوجوه سود الحدقين. മുഖം ഭംഗിയുള്ളവരും അതുപോലെ തന്നെ കൺപോള, കണ്ണിന്റെ സൂത് കറുപ്പ് അള്ളാഹ് ശിക്ഷിക്കൂല എന്നാണ് യനീമിനൽ മുസ്ലിമീൻ, മുസ്ലിമായെങ്കിലായി പറഞ്ഞിരിക്കുന്നു. കാരണം അത് അള്ളാഹ്ക്ക് ഒന്നുമില്ലെങ്കിൽ പുറമെ തള്ളിപ്പോയില്ലേ. അപ്പൊ ഓരോന്നാ പറയുന്നത്. അഹ്ദബൽ അഷ്ബാർ സംഗതി ചെയ്യുന്നുണ്ടാ. ഇനി അടുത്തത് ഏതാ? അബുലജ്. അബുലജ് എന്ന് പറഞ്ഞാൽ റിവാത്തുൽ ബഹിക്ക് അബുലജുൽ വജ്ഹി എന്നാണ് അസ്ലുൽ റിവാത്ത്. ഇത് മൂപ്പർ കാണായിട്ടല്ലോ ഓരോന്നിങ്ങനെ എണ്ണി പോയത്. അതിന്റെ തങ്ങളുടെ മുഖം എന്താണ്? അബുലജാണ് അല്ലേ? ഐ മുളിഅൻ മുശ്രികൻ, അതിങ്ങനെ ശോഭനീയമാണ്. വൽ അറബ് തുഹിബ്ബുൽ ബലജ, ബലജ എന്ന വസ്തുവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാന്ന് പറഞ്ഞു അബുലജ്. ഇനി അസജ്ജ്, അത് മങ്കൂസിലില്ല. അസജ്ജൽ ഹാജിബൈൻ, അപ്പൊ ഹാജിബന്റെ വസ്തുവാണ് അസജ്ജ് എന്നുള്ളത്. അസജ്ജ്. അസജ്ജ് എന്താ? അസജ്ജ് അസ്സജജു എന്ന് പറഞ്ഞാൽ ദിക്കത്തും ഫിൽ ഹാജിബൈൻ, രണ്ട് ഹാജിബ് ഉണ്ടാവും കണ്ണിന്റെ മുകളിലുള്ള പിരിയം. ആ പിരിയം നേർത്തതും ബത്തൂലും, അത് നീളവുമുണ്ട് കേട്ടാ. രണ്ടിന്റെ തറപ്പ് നീളലോടുകൂടി ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും. പിരികം വളഞ്ഞു പിന്നിട്ട് ഒരു കർമ്മുണ്ടാവും. നേരെ ബലവച്ച പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് നീണ്ടുണ്ടാവും, ധാരാളം രോമങ്ങളുണ്ടാവും. അതാണ് ഇതിന്റെ അർത്ഥം അസജ്ജ്. അത് ഇതിലില്ലേ? അത് ഹാജിബാഹു, ഹാജിബാ അവിടെ മറുപടി മൂലത്തിലുണ്ട്. എത്ര വസ്ഫ്? ഇനി അഖ്ന. അഖ്ന എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ വസ്ഫാണ്. അഖ്നൽ ഇർനൈനി എന്നാണ് റിവായത്ത് തിർമിദി. ഇപ്പൊ എത്തേണ്ടത് വസ്ഫ് പറഞ്ഞു, മൊത്തത്തിൽ കളറ് പറഞ്ഞു, പിന്നെ കൺപുരിയം പറഞ്ഞു, കണ്ണിന്റെ തടം പറഞ്ഞു, കണ്ണിന്റെ വെള്ള പറഞ്ഞു, ഹുദുബ് പറഞ്ഞു, ഹാജിബിൻ. ഇനി മൂക്കിലേക്ക് കടന്നത് അഖ്ന. അഖ്ന എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇർനൈൻ എന്ന് പറഞ്ഞാൽ മൂക്ക്. അപ്പൊ മൂക്കിന്റെ വസ്ഫാണ് ഇത് അഖ്ന എന്നുള്ളത്. അഖ്ന മുർതഫിഉ ഖസബത്തിൽ അൽഫി മഹ്ദിദാബിൻ യസീരിൻ ഫീഹാ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മൂക്കിന്റെ ഇങ്ങനെ നടുക്കൊരു എല്ലുണ്ടാവില്ലേ, ആ എല്ല് ഇങ്ങനെ ഉയർന്നു വരും. അപ്പൊ മൂക്ക് നോക്കിയാന്നുണ്ടാവും ചിലർ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നിക്കും. അയാളെ കണ്ടാൽ തന്നെ നമ്മളെ കുത്തിക്കളയൊന്ന് തോന്നും, ഇങ്ങനെ വളഞ്ഞിട്ട്. ചിലത് അത് അങ്ങ് ചപ്പിയിട്ട് ആരാ ചവിട്ടുകൊണ്ട മാതിരി ഉണ്ടാവും. അതുമല്ല, മൂക്കിന്റെ കസപത്തെ ഇങ്ങനെ ഉയർന്ന് ഹദീദാവുന്ന ചെറിയൊരു വളവ്. ചാദരിപ്പാപ്പാന്റെ മുന്നേരിപ്പാപ്പാനെ പറ്റി പറയണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞിട്ടാണ്. അതെ, ചെറിയൊരു വളവ്. والمشهور أنه صلى الله عليه وسلم كان أكنى الأنف مرتفع كصبته مع استواء أعلاه. മേലേക്ക് എത്തുമ്പോൾ എന്താക്കും? സമമാവും. പൊന്തി ഇങ്ങനെ നടക്കലല്ല, ഇങ്ങനെ വളഞ്ഞിട്ട് അവസാനിച്ചിട്ട് നടുപ്പൊത്തിയിട്ടുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇനി അഫ്ലജിന് വേണ്ടി അഫ്ലജ് എന്ന് പറഞ്ഞാൽ എന്താ റിവായത്തിട്ടുള്ളത് മുഫല്ലജുൽ അസ്നാൻ എന്നാണ്. പല്ലിന്റെ ആണ് ഫലജ്. അപ്പൊ പല്ലാ വസ്തു അത് മുസന്നിഫ് എന്താക്കി എണ്ണാൻ വേണ്ടി വിട്ടു. മുഫല്ലജൽ അസ്നായ എന്ന് പറഞ്ഞാൽ എന്താ അൽ ഫലജു ബിത്തഹ്രീകി ഫുർജത്തും മാ ബൈന അസ്നായ വറബാഇയ്യാത്ത്. പല്ലിന്റെ ഓരോ പേരുണ്ട്. സനായ ഉണ്ടാകും, റബാഇയ്യാത്ത് ഉണ്ടാകും, അന്യാബ് ഉണ്ടാകും, അദ്റാസ് ഉണ്ടാകും. അദ്റാസ് ചവക്കുന്ന അണപ്പല്ല്. അതിന് ഇപ്പുറം എന്താ ഉണ്ടാകല്? അഞ്ഞാബ് ഇങ്ങനെ കോർത്ത് തേച്ചപ്പല്ല്. അതിന്റെ ഇപ്പുറം എന്താകും? സനായ റബാഇയ്യാത്ത് ഉണ്ടാകും. സനായ രണ്ടെണ്ണം ഉണ്ടാകും, റബാഇയ്യാത്ത് അതിന് ഇപ്പുറം. അപ്പൊ സനായാന്റെയും റബാഇയ്യാത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? ചെറിയ ഒരു വിടവുണ്ട്. അതെന്തിനാ? അല്ലെങ്കിൽ സംസാരത്തിൽ എന്തൊക്കെ ശബ്ദം കിട്ടും. ഇപ്പൊ ബാർപ്പ് പല്ല് വെച്ചാല് സംസാരിക്കുന്ന അത് പ്രത്യേകം തിരിയും. എയർ പാസ് ഉണ്ടാവില്ല. കടുകെട്ടണൊക്കെ പറ്റും. അത് തീർന്നില്ലേ? ഇനി മുദബ്ബറൽ വജ്ഹി, മുഖം വട്ടം ഒത്തവരാണ് എന്ന് പറഞ്ഞില്ലേ? അതെന്താ? ഇദാറത്തും മുനാഫിയത്തിൽ തൂരിൽ മുഫിരിറ്റി എന്നുവെച്ചാൽ മുഖം ഇങ്ങനെ വളഞ്ഞിട്ട് വെള്ളരിക്കന്റെ മോഡലല്ല, ദീർഘവൃത്തം എന്ന് പറഞ്ഞതുമല്ല. കോമ്പസ് വെച്ച് വരച്ചാൽ വട്ടൊത്തമ്പിലുണ്ട്. അതിന്റെ ഇടയിലാണ് മുഖത്തിന്റെ മുദബ്ബർ പറഞ്ഞത്. കോമ്പസ് വെച്ച് വരച്ചാൽ ശരിയായ പ്ലേറ്റുകളൊക്കെ വട്ടം ഉണ്ടാകുമല്ലോ, അതുമല്ല, ദീർഘവൃത്തം അതുമല്ല. എന്ന് പറഞ്ഞാല് എന്താണ്? അപ്പം വട്ടമൊത്തത് മുദബ്ബർ എന്ന് പറഞ്ഞ ചന്ദ്രനെ പോലെ വട്ടത്തിലല്ല, അതായത് മുദബ്ബർ എന്ന് ഇവിടെ പറഞ്ഞു. ശരിയായ വട്ടമൊത്ത മുദബ്ബർ എല്ലാം തരും. അപ്പൊ പിന്നെ പറഞ്ഞ റിവായത്ത് എന്താക്കണം? വജ്ഹുശബഹ് മാറി. കോലത്തിലല്ല, അതിന്റെ ഹുസ്നിന്റെ വിഷയത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണവൃത്തം അതുമല്ല. അപ്പൊ വൃത്തമുണ്ട് അല്ലാന്നും പറയാം. ഇനി അടുത്തത് ഏതാ? വാസിഅൽ ജബീൻ, നെറ്റിത്തടം വീതിയുള്ളവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ഇവിടെ ഉള്ളത്? ഈ നടുക്ക് പതിയുന്നതിന് ജബഹത്ത് എന്നാ പറയാ. മൂക്കിന് നേരെ പതിയുന്നത്. ആദ്യമായി ഭൂമിയിൽ വെച്ചാൽ തട്ടുന്ന ഭാഗമാണ് ഇത് ജബഹത്ത്. അവിടെ സുജൂദ് ചെയ്യണ്ടേ? അതിനാണ് ഇപ്പൊ ഇങ്ങനെ കെട്ടല്. അമ്മായി ആരും കാണണ്ട. എന്നിട്ടാ വല്ലാത്ത ഭംഗി പോലെ കേട്ടോ. ഭംഗി ശൈത്താനോ അഴമാലൊന്നുമില്ലേ? സുജൂദോടെ നശിപ്പിച്ച് വല്ലാത്തജിദ് അക്സറഹും ഷാക്കിരീൻ എന്ന് പറഞ്ഞതാണ്. അതിന് ഞാൻ പറയുന്നത് പോകുമ്പോ ഇങ്ങനെ പൊതിക്കുന്നു. അതെന്നെ പണി. വിചാരത്തിട്ടല് എവിടെ പൊതിക്കുന്നു? അപ്പൊ രണ്ട് പള്ളൊക്കെ ഉണ്ടാവും, രണ്ട് ജബീൻ. അപ്പൊ നെറ്റി എന്നുള്ളത് വലത്തെ ജബീന്, ഇടത്തെ ജബീന്, നടുക്ക് ജബഹത്ത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറമായിട്ട് പോലെ ഇങ്ങനെ വെച്ച് നോക്കും. അവിടെയാണ് ചില നല്ലോണം സൂചിച്ചിതാക്കുന്ന താമ്പലുണ്ടാവില്ല. അപ്പൊ താമ്പ് കിട്ടുന്നിട്ടൊന്നുമില്ല. താമ്പ് ഇപ്പം കണ്ടാലും ഒരു മോശമായിട്ട് തോന്നണ്ടെന്ന് വെച്ചിട്ടൊന്നും ഇങ്ങനെ കിട്ടുന്ന ചില ന്യായം. അപ്പൊ നിക്കാരം ഭയങ്കര പൊട്ട്. അതും എല്ലാത്തിനും വെക്കാൻ എടുക്കാനും വെക്കാനുണ്ടാവും. നിക്കിച്ചില്ല എന്ന് പറയുന്നില്ല. യുറാഹുനന്നാസല്ലേ താമ്പ് കിട്ടിയാലേ നാലാള് കാണുമ്പോ എല്ലാം അത് ചെയ്യാതല്ല. അതിനെ പഠിച്ചിട്ടല്ല. ഒരു കോലക്കേട്. നെറ്റിക്ക് ഒരു കറുത്ത മുന്തിരി ഉടഞ്ഞാണൊക്കെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ പള്ളിക്കത് ജമാഅത്തില്ല. ഇടയ്ക്ക് തുടർന്നു പോയെങ്കിൽ അയാളെ സലാം പൊട്ടി കഴിയുമ്പോൾ നിൽക്കാനും മാറ്റണം. അപ്പോ ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ നമുക്ക് ആകുന്നില്ല. പിന്നെ മറ്റേക്കിരിക്കല് ഇത് ഇന്നാളെ ഞാൻ നിൽക്കുന്ന ഉസുവാസം നടിച്ച് ഇമാമിനെ കാണുമ്പോൾ തന്നെ കണ്ട് ഹിജാബ് തുടക്കുമ്പോൾ കൂടെയുള്ളത് ഇയാൾ പിന്നോട്ട് ബാങ്ക് കൊടുത്തിട്ട് നിൽക്കാണ്ട് ബാങ്കില്ലോ. എനിക്ക് ഉസുവാസം എന്നാ തന്നിട്ടേ ഇല്ല. 1 മിനിറ്റ് കൊണ്ട് മൂത്രയ്ക്ക് മനടിക്കോ, 1 മിനിറ്റ് കൊണ്ട് ഒന്നും ഉണ്ടാക്കുക. വിശ്വാസേ ഇല്ല. അള്ളാഹു തൗഫീഖ് വിളിച്ചു.
പക്ഷെ ഒന്ന് വസുവാസനായ മുത്തവസ്വിസായി വസുവാസ് ചമഞ്ഞാണ്. ബാത്റൂമിൽ കുറച്ച് അധികം ഇരുന്ന ദിവസം എന്തിനാന്ന് ഇയാളെ സലാം കിട്ടാൻ വേണ്ടി കാത്തിക്കന്നെ നല്ല കിട്ടി ഒതു കൊടുത്തിട്ടോ അത് തീർന്നു പോയിട്ടും സമയം ബാക്കി ഇയാളുടെ സലാം വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഉറപ്പിച്ച്. ഞാൻ പറഞ്ഞു ഈ സുജൂദ് ശരിയായിട്ടില്ല. ഞാൻ കേട്ടില്ലല്ലോ. എപ്പം കേട്ടിനി? നമ്മ ബാത്റൂമിലെ പേരിക്കും കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കളയിൽ മണ്ണാണ്, കാർപ്പറ്റിന്റെ മണ്ണാകുന്നതുകൊണ്ട് ഇവിടെ വരുന്ന ഷാൾ എടുത്തിട്ട് എന്താക്കും സുജൂദ് ചെയ്യുമ്പോൾ അവിടെ എടുത്തിടും. രണ്ടാമത്തെ സുജൂദിൽ വീണ്ടും എടുത്തിടും. അപ്പോൾ മദീദുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൊത്തഫിൽമായിൽ ഉദാഹരണം പറയണം. ഒരാൾ ചപ്പിന് സുജൂദ് ചെയ്ത് അപ്പൊ ചപ്പുണ്ടായി നെറ്റിക്കൊട്ടി, എന്നാൽ രണ്ടാമത് സുജൂദിലേക്ക് പോകുമ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞെങ്കിലും അപ്പൊ മുസന്നിബിനാക്കൂടി അപ്പൊ മുസന്നിബിനാക്കാൻ തേഞ്ഞാളല്ലേ ഇപ്പൊ ഉള്ളത്. ഷബീമാമിനാക്കാണ് തേഞ്ഞാൾ എത്ര ഉണ്ടെന്നില്ല. സ്പോഞ്ചിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നതിന് നല്ല സ്പോഞ്ച് നല്ല പദമാണ്. ഹാമലിന്നല്ലേ മുത്തോൽമേൽ പറഞ്ഞില്ലേ അമർത്തമോ, അതായത് ഇതിന്റെ ഭാരം അത് വഹിക്കണം. അത് തഹാമില് മുത്തോൽമേലി ഭാരതങ്ങളിലെ ഇപ്പൊ തലക്ക് എത്ര കിലോ ഭാരമുണ്ട്, ആ ഭാരം അത് വഹിക്കണം. അപ്പം കാര്യമെല്ലാം തന്നെയാണ്. വാസി അൽ ജബീൻ, ജബീൻ അറിയില്ലേ? നെറ്റിത്തടം. നെറ്റിന് ജബഹത്തിന്റെ അപ്പുറം. അതാണ് മക്തനഫൽ ജബഹത മിൻ യമീനിൻ വശിമാലി. അതിന് വലഭാഗമുണ്ട് ഇടഭാഗമുണ്ട്. പിന്നെ കസ്തല്ലിഹിയത്തി, തിങ്ങിയ താടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അൽ കസാസത്തു ഫിൽ ലിഹിയത്തി, താടിയിൽ തിങ്ങൽ എന്ന് പറയുന്നത് അൻ തകൂന ഗൈറ ദഖീഖത്തിൻ വലാ തബീലത്തിൻ, നന്ന നേരിയതുമല്ല നന്ന നീണ്ടതുമല്ല. അഭിമുഖമായി നോക്കുമ്പോൾ ഇടയിൽ കൂടി തൊലിന്റെ കളർ കാണുമെങ്കിൽ ലത്തീഫ്, കാണാത്തതാണെങ്കിൽ അതല്ലേ ബദൽമേൽ പറഞ്ഞേ. ഈ താടിയെല്ലിന്റെ മുകളിൽ വളർത്തുന്നതിനാണ് ലേഹ് എന്ന് പറയുന്നത്. നിപ്പുള്ളതിന് എന്താക്കും ആരൽ എന്ന് പറഞ്ഞു. നിപ്പുള്ളതിനോ അമ്പക്കത്തുന്നല്ലോ, അല്ല അമ്പക്കത്തൂടെ ഇതാണ്. എന്നിട്ടോ അതിന്റെ ആ കഥ പറയുന്നത് തംലഉ സദ്റഹു, നെഞ്ഞ് വിശാലമാക്കും എന്നാ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. താടി അതായത് ഇങ്ങനെ വന്നിട്ട് മനയിലേക്ക് അവസാനിച്ചിട്ട് ഇങ്ങനെ അതിലുണ്ടല്ല കൂർത്തിട്ട് അതല്ല. എന്താ തംലഉ മാ യുഖാബിലു സദ്റ, സദറിനെ മുഖാബില തൂലൻ മാറുവൻ. അപ്പൊ അങ്ങനെ ഉണ്ടാവും തൂലിലും മറന്നതിന് സമായിട്ടാ പോകുന്നു. ഇങ്ങനെ വട്ടത്തിട്ട് ഇങ്ങനെ ഒരു കൂർത്തിട്ടൊരു മലമോക്കില്ലേ, അതല്ല. താഴേക്കുള്ള തൂക്കവും പുറത്തേക്കുള്ള തൂക്കവും ഇങ്ങനെ വട്ട ഒത്തിട്ട് നെഞ്ചുമേലേക്ക് നെഞ്ഞു നിർത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അതിന്റെ വിശദീകരണം തന്നെയാണ്. അത് തംലഉൽ സദ്റ. ഇനി വയറ പറയുന്നത് ബത്നും സദ്റും സമാനം വെച്ചാൽ കൊടവയറല്ല. അത് മുഅ്തദിലഹുമാ, ബത്തിനും സദ്റും കൂടി സമായിട്ടുണ്ടാവില്ല. കൊടലൂരെ തങ്ങൾക്ക് നല്ലോണം കടന്നു ഇതേ വരുന്നില്ല. ഇനി സദർ വിശാലമാണ്. അതാ എന്ന് പറഞ്ഞതും രണ്ടും അതേ അർത്ഥത്തിനാണ്. അദീമൽ മൻകിബൈൻ, രണ്ട് ചുമല് നല്ല അദീമാണെന്നുള്ള കട്ടുറപ്പുള്ളത്. അതായത് മജ്മഉ റഅസിൽ അലുദി വൽ കതിഫി, കതിഫി എന്ന് പുറത്ത് കാപ്പിലെന്നുള്ളത്. ഇതും ഈ അലുദേതാണ് കൈക്ക്, ഇത് കഫ്, ഇത് ദിറാഅ്, ഇത് അലുദ്. ഈ അലുദ് ചേർത്ത ഈ ഭാഗമുണ്ടല്ലോ നല്ല പേശി. പിന്നെ
ലഹ്മൽ ഇമാം, എല്ലുകള് കട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വിഭാഗത്തിൽ ലഹ്മൽ കറാദീസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെയാണ്. ഖീല ഹിയൽ ഇമാമു, എല്ലുകള്. വഖീല റുഊസുൽ ഇമാം, എല്ലുകളെ അറ്റം എന്നും അർത്ഥമുണ്ട്. അവിടെയാണല്ലോ ഈ ജോയിന്റ് വരിക. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന അവിടെയല്ല ഇപ്പൊ താഴ്ന്നു പോയിട്ടെന്ന് പറയുന്നത്. ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്ന കുട്ടീനെ മുട്ട് താഴ്ന്നു പോയിട്ടെന്നല്ലേ പറയുന്നത്. ഓർപ്പം നടന്ന താഴ്ച 2-3 സ്ത്രീകളുണ്ട് അങ്ങനെ കാണപ്പെടാക്കണ്ടേ. എന്തെല്ലാന്ന് ഒന്ന് തഴഞ്ഞു പോയിട്ട് മറ്റൊന്ന് കൗണ്ട് കുറവ് 3 ബ്ലോക്ക് പിന്നെന്താന്ന് ഈ ലഭ്യതെല്ലാം പഠിച്ച് ഒരു കോട്ടും വാങ്ങി ഒരു മൊബൈൽ ഫോണെങ്കിൽ ഇവരുണ്ടായ ഹായിലാക്കട്ടെ. മൊബൈലിന് മരുന്ന് കമ്പനിക്കാർ പരസ്യം ചെയ്യും. പിന്നെ രോഗികൾ ഇത് 3 കേൾക്കണം. തയ്യലും കൗണ്ട് കുറവ് പിന്നെ ഏതാണ് 3 ബ്ലോക്ക്. അതെ, അപ്പൊ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ദഹമുൽ ഇമാം. ഇമാമ് എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മായിട്ടാ പറഞ്ഞത്. ചില റിവായത്തിൽ എന്തുണ്ട് ദഹമുൽ കറാദീസ് എന്നുണ്ട്. ജോയിന്റ് അവിടെ സിലിണ്ടർ സോക്കറ്റ് ഉണ്ടാവും, ഒരു ഗോളവും അത് വെക്കാനുള്ള എത്ര കറക്റ്റായിട്ട് അന്ന് ഉണ്ടാക്കി. അത് ലേശം ഒന്ന് ലൂസായി പോയെങ്കിൽ ഇങ്ങനെ അടിക്കളിക്കൂലേ, ലേശം മുറുകിപ്പോ നിങ്ങൾ ഡ്രോട്ട് തിരിക്കാൻ ഞാൻ തോന്നില്ലേ. എന്നിട്ട് അത് തയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേക ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൽ ഒരു തയ്ച്ചലും ഉണ്ടാവില്ല. റബ്ബുൽ ഉണ്ടാക്കിയത് എന്തൊരു സൂക്ഷ്മതയിലുണ്ടാക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി തബാറകല്ലാഹു ഹസനുൽ ഖാലിഖീൻ. മജ്മഉ റഅസിൽ അലുദി വൽ കത്തിഫ് ദഹമുൽ ഇദാമൽ ഇപ്പം പറഞ്ഞത്. ഇനി അബിലൽ അലുദൈനി, അബില എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മറ്റൊരു വിഭാഗത്തിൽ ദഹമുൽ അലുദൈനി എന്നുണ്ട്. മാ ബൈനൽ മിർഫഖി വൽ കത്തിഫി, കത്തിഫിന്റെ ഇതാ മിർഫഖ്, ഇറാഉം ഇതുകൂടെ ചേർന്ന് ഈ മുട്ട മിർഫഖ്, ഈ മിർഫഖിന്റെ ഇടയിലുള്ള ഇത് മസിൽ. പിന്നെ ഇതാണ് അസാഫി. അസാഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? സാഖൈനി, തണ്ടങ്കാലും. അതായത് മുട്ടിന്റെ ഇടയിലുള്ള. അപ്പൊ 2 പേശി ഉണ്ടാവും. ഇതിന്റെ ഗ്യാസാണ് ചേർത്തിട്ട് മറ്റേതവിടെയാണ്. പിന്നെ റഹബുൽ കഫൈ, അത് ഇറാഹിൽ പെണ്ണില്ലേ. പിന്നെ റഹബുൽ കഫൈ എന്ന 2 മുങ്കൈ വിശാലതയുള്ളവര് ദാനധർമ്മത്തിലേക്ക് അറിയിക്കുന്നത്. റഹബ് മർഹബ എന്ന് പറയുന്നില്ലേ, നീക്ക് ഇവിടെ നല്ല വിശാലമായ സ്ഥലം ഉണ്ടെന്നല്ലേ പറയുന്നത്. മർഹബൻ മർഹബൻ, നിങ്ങൾ മർഹബിലേക്ക് വാ, നിങ്ങൾക്ക് വിശാലമായിട്ടുണ്ട്, തെക്കും തിരക്കൊന്നുമില്ല. അത് അതിന്റെ ബഹുയോഗം. പിന്നെ റഹബുൽ കഫൈനി വൽ ഖദമൈനി, അതനുസരിച്ച് കാലിലുണ്ടാവും. സായിരൽ അത്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ? മുംതദ്ദൽ അത്റാഫ്, അതായത് അതതിനനുസരിച്ചൊരു നീളം ഉണ്ടാവുമല്ലോ. ഓരോന്നിനും പറഞ്ഞ നീളം, ആ നീളം കൂടിയാൽ എന്താക്കും? ഒട്ടക പശുവിനെ അതിലേക്കില്ലേ, അത് കുറവല്ല. അതുപോലെ കുറുണ്ടതുമല്ല. ആ രൂപത്തിൽ അത്റാഫുകൾ, അതായത് അംഗങ്ങൾ. മുംതദ്ദുൽ അത്റാഫ് വഹുവ ബിസ്സീനി സാഇൻ വഫീ റിവായത്തിൽ ശാഇറുൽ അത്റാഫ് എന്നുകൊണ്ട് 2 മാന ഒന്ന് തന്നെയാണ്. ഷാ എന്ന് പറഞ്ഞാലും സാ എന്ന് പറഞ്ഞാലും. പിന്നെ അൻവറൽ മുതജദ്ദിദ്, മുതജദ്ദിദ് എന്ന് പറഞ്ഞാൽ വസ്ത്രം പതിയാത്ത സ്ഥലം ഉണ്ടാവില്ലേ, എല്ലാ വസ്ത്രം കൊണ്ട് മൂടലല്ല, വെളിവാകുന്നത്. ആ സ്ഥലം അൻവറാണ്. സാധാരണ ആഴത്തിനെതിരാണ്. സൂര്യപ്രകാശം തട്ടുന്ന കളറ് മാറി ചിലർ ബനിയൻ ഊരി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് വാടാക്കറോ അപ്പുറത്തേക്ക് വറകളും ദേശീയ പതാക പോലെ ഉണ്ടാകട്ടെ. അപ്പം വെയില് കൊള്ളുന്ന മുത്തജരിതായ സ്ഥലത്താണ് അൻപത്. സാധാരണ ആഴത്തിനെതിരില്ല. അപ്പോ മുത്തജദ്ദിദ് എന്നാണ് അൻവറാണ് എന്റെ സിഫത്ത്. മുത്തജദ്ദിദ് അൻവറായവർ. മുത്തജദ്ദിദ് എന്ന് പറഞ്ഞാലോ അതാ കാനൽ മുതജദ്ദിദു മിൻ ബദനിഹി അൻ സിയാബിഹി അശ്റക മിൻ ഗൈരിഹി, ശരീരത്തിൽ നിന്ന് വസ്ത്രം തട്ടാത്ത സ്ഥലം എന്താണ്? ഗൈറനാക്കാണ്, പ്രകാശഭരിതമാണ്. അപ്പൊ വെയിൽ തട്ടിട്ട് മറ്റവിടെ കറുപ്പടിച്ചിട്ടില്ല, 2 ജാതി കളറാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തത് ദഖീഖൽ മസ്റുബ. മസ്റുബ എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ വന്ന് ഇങ്ങനെ പൊക്കുവരെ എത്തുന്ന ഒരു രോമത്തിന്റെ ഒരു ചരട്.
മസ്റൂബത്ത് വഹുവ ശഅറുൻ ദഖീഖുൻ മിനസ് സദ്രി ഇലൽ ബത്ൻ. സദറിൽ നിന്ന് ബത്നിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു നൂല് പോലെ അതുണ്ടാവും. അത് ദഖീഖാണ്. ഇനി റബ്അത്തുൽ ഖദ്ദി, ഖദ്ദ് എന്ന് പറഞ്ഞാൽ പൊക്കം റബ്അത്താണ് എന്ന് പറഞ്ഞാൽ അധികം നീളമില്ല, അധികം കുളിയില്ല. ചില വിഭാഗത്തിൽ ആദ്യം തുടങ്ങി മൂപ്പർ എന്താക്കി അതിൽ തന്നെ കാണുന്ന രൂപത്തിലുണ്ട്. കളറല്ലേ ആദ്യം കാണില്ല. كان ربعة من القوم المتوسط بين الطول والقصر. നീളവുമല്ല കുറിയവരുമല്ല, ഒത്തത്. അത്വല മിനൽ മർബൂ എന്ന് ഇതിന്റെ തിരുമതിന്റെ റിവായത്ത് കേട്ടാ. അപ്പൊ മർബൂഇനാക്കണ കുറച്ച് ദൂരം അതായത് കൃത്യം അളന്നിട്ട് നടുവില അങ്ങനെ പറയല്ല, തോലിലേക്ക് തോന്നിക്കും. അതാണ് മുപ്പറുണ്ടാക്കിയത്. ലൈസ ബിത്തവീലിൽ ബായിനി വലൽ ഖസീരിൽ മുത്തറദ്ദിന റബ്അത്തിന്റെ മാനോട്ട് മുപ്പർ തന്നെ കൊടുത്തു. ഇത് വളരെ അകന്ന നീളമുള്ളവരുമല്ല, മണ്ണ് മാംസങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്നിട്ട് ഖസീറും അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അപ്പം തന്നെ എന്തുണ്ട്, ഒരു കറാം, ഒരു മുഅ്ജിസത്തുണ്ട്. വമഅ ദാലിക ഫലം യകുൻ യുമാശിഹി അഹദുൻ യുൻസബു ഇല തൂൽ. നീണ്ട് എന്ന് പറയാവുന്ന ഒരാളിലേക്ക് ചേർത്തിട്ട് ഒന്നിച്ച് നടന്നാലുണ്ടല്ലോ, ഇദാ ഖാലഹു അദ്ദേഹത്തിനകണ തങ്ങൾ വിളിച്ചു. هذا صحيح البخاري كتاب المناقب من حديث أنس بن مالك. മറ്റേ തിരുമലയിലൊക്കെ തുടങ്ങിയതാണ് ലൈസബി തവീലി കാന മർബൂ എന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. അതെന്ത് തുടങ്ങാം, അതുണ്ടാ ഇല്ലാ ഖാലു ഐ ഗലബഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൂൽ. രണ്ടാൾ നടക്കുമ്പോൾ തങ്ങൾക്കാണ് നീളം തോന്നുന്നു. അതെന്താ, മസിയ്യത്തുൽ ഖുസ്സ ബിഹാ, അത് തങ്ങൾക്ക് പ്രത്യേകമായ ഒരു മസിയ്യത്താണ്. എന്തുകൊണ്ട്, തൽബീഹൻ ബി അന്നഹു ലം യകുൻ അഹദുൻ അഫ്ളല മിൻഹു. ഒരു വിഷയത്തിലും തങ്ങളെക്കാൾ അഫ്ളലായ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളത്. അല്ലാതെ ആ പോയിന്റ് കുറിച്ച് പറയാനാ ഞാനുണ്ട്. അല്ലാതെ വിട്ടില്ല. ലാ സൂറത്തൻ വലാ മഅന. പിന്നെന്താ പറയുമ്പോൾ അത് അന്നെങ്ങനെ നീളം കൂടുന്നു. കാല സയ്യിദു വഹൽ ദാലിക ഇറാദതൻ ഔ ഇത്വാലതൻ സുമ്മ ഔദുൻ ഹഖീഖതൻ. നടക്കുന്ന അവസരത്തിൽ അത് വലുതാവലും മനോട് സാധാരണയിലേക്ക് മടങ്ങലും അങ്ങനെയാണോ? ഈ തറദ്ദുദ്, അത് തീർത്തു പറയാൻ കഴിയൂല. ഓർക്ക് തീർത്തു പറയാൻ കഴിയില്ലെങ്കിൽ നമ്മ പൊട്ടും കഴിയൂല. നമ്മ ആരാന്ന് ഓർ ചവിട്ടിയ മണ്ണായിട്ട് അല്ലാഹു തആല കണക്കാക്കിയെങ്കിൽ അത് പതിന്. ഇനി വമശ്തഹറ അലാ അൽസനതി ബഅദിൽ ഫുഖഹാഇ ഫീ മവാലിദിഹിം വഇദാ മശാ മഅൽ ഖസീരി ഹാദാഹു എന്ന് പറഞ്ഞിട്ട് ചില മൗലിദിൽ കാണപ്പെട്ടിട്ടുണ്ടെന്നാ പറയും. മൗലിദ് ഓതുന്ന അവസരത്തിൽ മൗലിദിൽ ഇല്ലെല്ലാം മരിക്കട്ടുമല്ല. ഇത് സഹിഹായ മൗലിദുണ്ട്, സഹി അല്ലാത്തിട്ടുണ്ട്, മലപ്പാട്ടിലും ഉണ്ട്. അപ്പൊ എല്ലാം വേർതിരിച്ചിട്ടേ പാടാൻ പറ്റുള്ളൂ, എല്ലാം അച്ചടിച്ചെല്ലാം പാടല. എന്താ പറയുന്നത്, മൗലിദിന്റെ ഇബാറത്തിൽ കസീറായ ആളോടെത്തുമ്പോ എന്താക്കും, അവിടെ സമമാകും എന്ന് പറഞ്ഞില്ലേ. അത് യാതൊരു അസുലമില്ലാത്ത വാക്കാവുന്നു. എന്താ തോലിന്റെ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, തങ്ങളെ സമമായി കഴിഞ്ഞാൽ സമമായ ആളാണ് ഞാൻ ആരൊക്കെ ബാധിക്കൂ ആ പോയിന്റിൽ. അല്ലെങ്കിൽ വേറെ ആകെ ഒന്നിട്ട് എന്താ ഉണ്ടാകല്, സമമാകും, അല്ലെങ്കിൽ പൊക്കം കൂടും, അല്ലെങ്കിൽ കുറയും. ഇവിടെ കുറഞ്ഞിട്ടാണ് ഒക്കെ നടന്നത്. അപ്പൊ കണ്ടെല്ലാം പാടിക്കൂടാ, പ്രത്യേകിച്ച് തങ്ങളെ ഹക്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടത്ത് നമുക്ക് മുടിയെ പറ്റിയാ പറയുന്നത്. അതാ മുടിയില് 3 അവസ്ഥ ഉണ്ട്. മുമ്പേ മോദി ഇങ്ങനെ ചുരുണ്ടെന്നാ സ്പ്രിങ് പോലെ നേരെ നിൽക്കുക ചെയ്യാത്ത ചുരുള മുടി അല്ലേ. അതിനെന്താ പറയാ, ചുരുണ്ടിട്ട് ബാർന്നാലും അങ്ങോട്ടേക്ക് പോകും.
പിന്നെന്താണ് പെണ്ണുങ്ങന്മാരന്മാർ ദൂരെ വന്ന് ചുരുളയിലാണ് കുത്തര പോകുന്നതിന് എന്താ പറയും സബുത്ത് എന്ന് പറയും. ഇത് രണ്ടും എന്താണ് ഒരു കമാലല്ല, രണ്ടിന്റെ അടക്കുന്നുണ്ട്. നന്ന ജുഹൂദത്വം അല്ല, നന്ന നീണ്ടതും അല്ലാത്ത ചെറിയൊരു ജോലി മുത്തവസ്സിത്ത്. അതാണ് ഇത് റജിൽ. റജുൽ പുരുഷന്മാർ നടത്താൻ പറ്റക്കല്ലേ. റജിലു ശഅർ ഫീ സഹീഹ് മുസ്ലിമിൻ ബിഫത്ഹിൻ തുമ്മ കസ്രിൻ റാജി. ഇന്ന ശഅറഹു സ്വല്ലല്ലാഹു അലൈഹി ബൈന ശഅറൈനി. ആകെ മൂന്ന് രണ്ട് മുടിയുടെ എടുക്കാം. ചുരുണ്ടതുമല്ല നീണ്ടതുമല്ല. അപ്പൊ മുബാലഗതൻ ഫീ ഖില്ലത്തി തസന്നി. അപ്പൊ എന്തുണ്ടെന്ന് ഈ ചുരുള് കുറഞ്ഞിരിക്കുന്നു എന്നറിയിക്കും. കുറഞ്ഞ ചുരുൾ ഇങ്ങനെ വാങ്ങി തൂക്കിയിട്ടേ. ഇനി അടുത്തത് ഇതഫ്തർഹിക്കൻ, ചിരിക്കുന്നവരായി എന്താക്കി തങ്ങൾ വെളിപ്പെട്ടാൽ. ഇതാപത അസനാൻ, പല്ല് വെളിപ്പെടുത്തി തട്ടി ചിരിച്ചാല് കൗനലാഹിക്കൻ. ഇഫ്തറ അൻ മിസ്ലി സനൽ ബർഖി. ബർഖത മിന്നലിന്റെ പ്രകാശം പോലെ എന്താക്കും ആ വായിൽ നിന്ന് പുറത്തു വരും എന്നാ പറഞ്ഞിരിക്കുന്നത്. സനൽ ബർഖി സംസാരിക്കുന്ന അവസരത്തിൽ മിന്നൽ പ്രകാശിക്കുമ്പോൾ പ്രകാശം പുറത്തു വരും. അതുപോലെ ഒരു രൂപ ഇത് സനൽ ബർക്കാണിച്ചത്. ആലിപ്പഴത്തിന്റെ കഷ്ണുണ്ടല്ലോ, അതുപോലെ എന്തിന് ഈ വെള്ളയില്ലേ വെളുപ്പിന്റെ കാര്യത്തിൽ അതിനെന്തെങ്കിലും ഒരു അശുദ്ധി ഉണ്ടാവില്ല, ഒരു കച്ചറി ഉണ്ടാവില്ല. الصحابي وهو البرد في البياض والصفاء امتزاج الماء. അപ്പോൾ ചിരിക്കുന്ന അവസരത്തിൽ രണ്ട് വസ്ഫാണ് ഒന്ന് തശ്ബീഹാക്കി. ഒന്ന് സനൽ ബർഖ്, മറ്റൊന്ന് ഹബ്ബുൽ ഖമാം. അടുത്തത് വഇദാ തകല്ലമ, അതും വായന്റെ വസ്ഫല്ലേ. സംസാരിച്ച ജീഅ കന്നൂരി, ഒരു നൂറ് പോലോത്തത് കാണും. യഖ്റുജു മിൻ സനാജാഹു, തങ്ങളുടെ പല്ലിന്റെ ഇടയിൽ കൂടി. അത് ശമായിലിൽ നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട്. ജീഅ ബിമബനിയിൻ ലിൽ മജ്ഹൂൽ മിന റുഹിയത്തി. ജീഅ കാണപ്പെട്ട് വഹുവ ളാഹിറു. അല്ലാഹു അന്നൽ മഅന അന്നഹു യഖ്റുജു മിനൽ ഫലജി. പല്ലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് എന്ന് ചെറിയ ആ ഫലജിൽ കൂടി വരും. മാ യുസ്ബിഹു നൂറൻ നജ്മി, നക്ഷത്രത്തിന്റെ പ്രകാശത്തിനോട് തുല്യമായ ഒരു പ്രകാശം അതിൽ കൂടി പുറത്തു വരും. യഖ്റുജു മിൻ സഫാഇ സനായാ തലഉലുഉൻ, ആ പല്ലിന്റെ തിളക്കത്തിനാൽ ഒരു ഒളിവ്, ഒരു ലംഘൽ. ഇത് ഇഫ്തറാന്ന് വെളിപ്പെട്ടു. നബാത്തി കുത്തുബിയില്ല മഫ്തറ ലലാമുൻ ഇതിൽ പറ്റുന്ന നബാത്തി കുത്തുബിയിലുണ്ട്. ഐ ഇദാ അബ്ദാ അസ്നാനഹു, അപ്പൊ ഇതൊക്കെ മാഹിറുള്ളത്. പിന്നെ അപ്പൊ നൂറ് പോലോത്തത് എന്ന് പറയുമ്പോൾ നൂറ് തന്നെയാ വരുന്നതാണ്, നൂറ് തന്നെയാണ്. അതുകൊണ്ട് വൽക്കാപ്പ് സായിദത്ത്, കാപ്പ് വേണ്ടയില്ലാതെ പറച്ചന്റെ ശൈലിയാണ്. ഇനി അഹ്സനന്നാസി ഉലുഖൻ, കഴുത്തിനല്ലേ ഉലുക്ക് എന്ന് പറയാ. അത് ജനങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പുള്ള കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളവരാണ് ആ കഴുത്ത്. അത് കഴുത്ത് വല്ലാണ്ട് നീണ്ടുപോയ വായ്പം, അത് കഴുത്തിന് നിറം നീളമില്ലാതെ പറ്റിപ്പോയാല് ഇങ്ങനെയാവില്ലേ? അതുമല്ല. ഇനി മുത്തമാസിക്കൽ ബദൻ, ബദന മുഴുവനും നല്ല കെട്ടുറപ്പ്. ഉറപ്പ് എന്ന് പറഞ്ഞാലോ അയഞ്ഞു തൂങ്ങിയിട്ട് ഇറച്ചിനെ പിടിച്ചിട്ട് ഇരിക്കാൻ കിട്ടും ചിലർക്ക്. അമാസുക്കില്ല, ധീരത. ഇനി ഗർബൽ ലഹമി, അതൊക്കെ തിരില്ല. ഗർബൽ ലഹമി ഓ അവിടെ ഒരു കരിമത് വിട്ടിട്ടുണ്ട്. ലൈസ ബി മുതഹ്ഹമിൻ വലാ മുകൽസമി. മുതഹ്ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുദവ്വറുൽ വജ്ഹ് നേരത്തെ പറഞ്ഞില്ലേ, ഈ കോമ്പാസ് വെച്ചിട്ട് ഇങ്ങനെ വട്ടം മുറിച്ചാലുണ്ടാകുന്ന വട്ടവുമല്ല, ദീർഘവൃത്തവുമല്ല. അതിനാണ് ഇവിടെ ശരിക്കും അതിന്റെ മഹല്ല അവിടെ ആയിരുന്നു.
കുറ്റം പറയുന്നല്ല, മുതഹമല്ല. വലാബി മുക്കൽസമി, മുക്കൽസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുഖത്ത് ഇറച്ചിട്ടെങ്കിൽ ഇങ്ങനെ തുടിച്ചു കാണുന്നുണ്ടല്ല, ഞാൻ ഒരു വിഴുങ്ങിയ വല്ല ഒന്നിക്കണം, അതുമല്ല. അപ്പൊ മുഖം നല്ല സമം, ഷായിലുള്ള. അപ്പൊ മുക്കൽസം എന്ന് പറഞ്ഞാൽ എന്താ? അൽ കുൽസൂം എന്ന് പറഞ്ഞാൽ കസീറുൽ ലഹ്മിൽ വജ്ഹി വൽ ഖദ്ദൈനി, മുഖത്തിന്റെ മാംസവും കവടിന്റെ മാംസവും തടിച്ചിട്ട് തൂങ്ങിക്കുന്ന ചൂടുത്തിട്ട് അങ്ങനെയല്ല. ഖാലൽ ബറാഅ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു മിൻ ദീ ലിമ്മത്തിൻ, ലിമ്മത്ത് എന്ന മുടിന്റെ 3 സ്റ്റേജ് പറയൂ. ആ ലിമ്മത്തുടയവരെ ഞാൻ കണ്ടിട്ടില്ല. ഫീ ഹുല്ലത്തിൻ ഹംറാ, ചുവന്ന വസ്ത്രത്തിലായിക്കൊണ്ട്, അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെക്കാൾ അഹ്സനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഓറല്ലേ? എന്നാലോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഓർക്കാറ്റ് വേറെ കാണലില്ലല്ലോ. ഓറ് കണ്ടത് ഞാൻ കണ്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ലിമ്മത്ത് എന്ന് പറഞ്ഞ മുടി എന്താ? ബി കസരിൽ ലാമി, ലാമിന് കസര്. മാ ജാവസ മിൻ ശഅരി റഅസി ശഹമത്തൽ ഉദനി അലൽ മശ്ഹൂർ, മുടിയുടെ രോമത്തിൽ നിന്ന് ശഹമത്ത് ഏതാണ്? ഈ കൗത്തുന്ന തുണിച്ചവി വിട്ട് കിടന്നാൽ എന്താക്കും? ലിമ്മത്ത് എന്ന് പറയും. തുണിച്ചവി മാ ജാവസ മിൻ ശഅരി റഅസി, ശഅറുൽ റഅസിൽ നിന്ന് ഇറങ്ങി ശഹമത്തൽ ഉദനി വിട്ടിടുന്ന അലൽ മശ്ഹൂർ, മശ്ഹൂറായ അഭിപ്രായം പറഞ്ഞ അതിൽ പല ബുദ്ധിമുണ്ട്. ഒന്നില്ലേ? ാണ് മാ സക്കത്ത അനിൽ മങ്കിബേനിയും വിട്ടിട്ട് തണുത്ത്, അപ്പൊ കുറച്ചും കൂടി താണ്. വൽ വഫ്റത്തു എന്ന് പറഞ്ഞാൽ മാ സാല അലൽ ഉദനി ഔ ജാവസ ശഹമ, ചെവിന്റെ മുകളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഷഹമത്തിന് വിട്ട് കിടന്നു. അപ്പൊ ഷഹമത്തിന് വിട്ട് കിടന്നത് ചുമലിലേക്ക് എത്തിയത്. ഇങ്ങനെ 3 സ്റ്റേജ്. അപ്പൊ അത് തിരുമതി ഒരു ഷറഹന്താദിവാറ്റത് വലച്ചുന്നല്ലേ, അതായത് ബഫറത്ത്, ലിമ്മത്ത്, ജുമ്മത്ത്, നൗറത്ത്, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അവര് ലിമ്മത്തെ കണ്ടത്, ലിമ്മത്താ കണ്ടത്. അപ്പൊ ലിമ്മത്തിന് ഇവിടെ അർത്ഥം വന്ന് മുടിയിലെ തലമുടിയിൽ നിന്ന് തുണിച്ചവിയിലേക്ക് വിട്ടുകടന്നാൽ അലൽ മശ്ഹൂർ ലിമ്മത്ത്. وقال أبو هريرة رضي الله عنه ما رأيت شيئا أحسن من رسول الله صلى الله عليه وسلم, തങ്ങളെക്കാൾ അഹ്സനായ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, തങ്ങളുടെ മുഖത്തിൽ കൂടെ സൂര്യൻ നടക്കുന്നുണ്ടോ എന്നതുപോലെ തോന്നും ആ ശോഭ. വഇദാ ലഹിക യതലഅലഹു ഫിൽ ജദ്രി, ചിരിച്ചാൽ എന്താകുന്നറിയോ? ജോദൂറിൽ എന്റെ പ്രകാശം കാണുന്നു, ചുമരിൽ. തതവഹജ്ജഹു ബിശിദ്ദത്തി നിഹായത്തി ബഹായി ബയാദിഹി വലൂദി. വലിദാ ഖാലത്ത് ആയിഷ ബീബി പറഞ്ഞു, കുന്തു ഉകല്ലിമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ഞാൻ സംസാരിക്കും. വൽ ബൈതു ലാ സിറാജ ഫീ, വീട്ടിൽ വിളക്കുണ്ടാവില്ല. വഇദാ തകല്ലമ ഇംതലഅന, തങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ പ്രകാശം ഉണ്ടാകും. അല്ലേ? ഇന്ന ബൈതൻ അൻത സാകിലുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന് പറഞ്ഞത് ഈ ഹദീസ് നോക്കിയിട്ടാണ്. ആയിഷ ബീബി നഫി മിൻ ഹദീസ് സയ്യിദത്ത് ആയിഷ, ഇസ്തഅറതു മിൻ ഹഫ്സത ബിൻതി റവാഹ, റവാഹിന്റെ മകള് ഹഫ്സ, മറ്റേ ഹഫ്സല്ല, ഇബ്റത, ഒരു സൂചി കടം വാങ്ങി. കുന്തു അഖീതു ബിഹാ സൗബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ വസ്ത്രം ഞാൻ തുണ്ടുകയിലായി. ഫസഖതത മിനിൽ ഇബ്റ, ആ സൂചി എന്റെ കയ്യിൽ നിന്ന് വീണു. ഞാൻ എന്താക്കി പരുതി, പല മഖ്ദിർ അലൈഹ, പക്ഷെ കിട്ടിയില്ല. ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് പ്രവേശിച്ചത്. ഫതബയ്യൻതുൽ ഇബ്റത മിൻ ശുആഇ നൂരി വജ്ഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് സൂചി എനിക്ക് എടുക്കാൻ കിട്ടിയെന്നാണ്. നൂൽമതയിലുണ്ടല്ല, അറബി നബി നബി ആയിഷ എന്തോർന്നിട്ട് വീട്ടില്ലേ?
അകമേ മാനാതന്നിൽ ഈടുന്തരാവിൽ സൂചി ഗുണ ആ ഫൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലേശനും ചെല്ലാം. ഇനി ഓരോ സഹാബികൾ പറഞ്ഞതാ പറയുന്നത്. وقال جابر بن سمرة رضي الله عنه وقال له رجل, ഒരാള് ജാബിർ തങ്ങളോട് ചോദിച്ചു, അകാന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല സൈഫി, വാള് പോലെയായിരുന്നുവോ? വാളെന്ന് ഓർത്തിട്ട് പരിചിട്ടുള്ളത് കൊണ്ട് വാള് പോലെയായിരുന്നുവോ തങ്ങളുടെ മുഖം എന്ന് ചോദിച്ചു. ആരോട്? ജാബിർ തങ്ങളോട്. ഫഖാല ലാ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? വാളിന് നീട്ടുണ്ടാവുമല്ലോ. അപ്പൊ ശോഭന്റെ വിഷയത്തിലാണ് ചോദിച്ചതെങ്കിൽ ആ നീട്ടം എന്നുള്ളത് തടസ്സം, തസ്ബീഹ് പറ്റൂല. സൂര്യനെ പോലെ ചന്ദ്രനെ പോലെയാണ് എന്തിന് പ്രകാശത്തിലും വട്ടത്തിലും. വക്കാന മുസ്തദീറൻ, വട്ടമുള്ള മുഖമായിരുന്നു. അപ്പോ ഏതിന് വാളിനോട് തസ്ബീഹാക്കിയ നീളം വരും, അത് വരാൻ പാടില്ല. ആ തസ്ബീഹ് ഉണ്ടാകുന്ന പഴവും പറഞ്ഞു തീർത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. وقالت محمد رضي الله عنها, ബീബിനെ അറിയാത്ത ആൾ ആരുണ്ടാകൂല. ആരാന്ന്? ഹിജ്റ പോകുന്ന അവസരത്തിൽ പാലോ ഭക്ഷണ സാധനങ്ങളോ ഉണ്ടോന്ന് അന്വേഷിച്ചു. ഇപ്പോൾ ആഴ്ചക്ക് കേൾക്കുന്ന വിഷയം. അതെ, അതിലെന്തുണ്ട്? മൂപ്പർ ബീബി ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതോ ഫീ ബഅദിമാ വസഫത്തുഹു ബിഹി, ബീബി വിശദീകരിച്ചതിൽ ഉണ്ട് അജ്മലന്നാസി മിൻ ബഈദിൻ, ദൂരത്ത് നിന്ന് തന്നെ ഏറ്റവും സുന്ദരനായി കാണാം. വഅഹ്ലാഹു വഅഹ്സനഹു മിൻ ഖരീബ്, അഹ്സനുഹു മിൻ ഖരീബ്, അടുത്തെത്തിയാല് ഏറ്റവും മധുരകരമാണ്, ഏറ്റവും അഹ്സനുമാണ്. എന്തായെന്നറിയോ? അജ്മൽ എന്നുള്ളത് മൊത്തത്തിലുള്ള ഒരു ഭംഗിയാണ്, തഫ്സീലില്ല. അത് അതിൽ നിന്നാണല്ലോ ജുമലി. അടുത്തെത്തി കഴിഞ്ഞാൽ അതിനേക്കാള ശോഭനവും അതിനേക്കാള മാധുര്യമുള്ളതും ഖരീബിലെത്തുമ്പോൾ എന്താകും? അത് വർദ്ധിച്ചതായി കാണും. ബീബി നല്ല തർക്കത്തിനൊപ്പിച്ച് പറഞ്ഞു. ആത്തിക്ക എന്ന് ഓരോ പേര് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആരാണത്? ഖദീജ ബീബിന്റെ മോനെ, ആദ്യത്തെ വിവാഹത്തിലെ ഫാത്തിമ ബീബിന്റെ ആങ്ങള, ആദ്യത്തെ നബി തങ്ങളുടെ ഹബീബ്. അതിൽ പറഞ്ഞത് പൂർണ്ണ ചന്ദ്രനുദിച്ച രാത്രിയിലെ കമറ പ്രകാരം പ്രകാശിക്കുന്നുവോ എന്നതുപോലെയാണ്. അവ രണ്ട് വചനം ഉണ്ടാവും, ഒന്ന് നൂറ്, മറ്റൊന്ന് പട്ടം. وقال علي رضي الله عنه في آخر وصفه له, അലി റളിയല്ലാഹു അൻഹു നീട്ടി പറഞ്ഞിട്ട് അവയെ പറയും. അതിന്റെ ലഫ്ളുമായനെയും എല്ലാം വിശദീകരിച്ച് പറയും. നമ്മൾ മറ്റേലും ഓതിയിട്ടില്ല. അതിൽ അവസാനം പറഞ്ഞ വാക്ക് മർറആഹു ഫദീഹത്തൻ ഹാബഹു വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു എന്നാണ്. ആദ്യമായി കണ്ടാലൊക്കെ പൊടി തോന്നി, ഒരു ഞെട്ടൽ. അപ്പൊ അവിടെ ജലാലാദ്യം വെളിപ്പെട്ടു. എന്നിട്ടോ അടുത്തടുത്തുണ്ടാക്കി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അഹബ്ബഹു, പിന്നെ സ്നേഹിക്കൽ തന്നെ, പിന്നെ ഒന്നിനും ഓർമ്മ ഉണ്ടാവില്ല. അഹബ്ബഹു അദ്ദേഹത്തെ ഞാൻ പണ്ട് കേൾക്കുന്നു. മഹമ്മൂദുള്ളാക്ക് അങ്ങനെയാന്ന് വിളിക്കുന്നത്. ദൂരത്ത് കണ്ടാലായിരിക്കും ഒന്നും ധൈര്യപ്പെട്ടിട്ടൊന്നും പറയുന്നില്ല. ഭയങ്കര ഹൈബത്താണ്. നമ്മ ആദ്യകാലത്ത് അടുക്കൂല, അടുത്ത് നോക്കുമ്പോ പാലാ നേരുന്ന പറയുന്നത്. അവൻ കാലത്തത് മാരിപ്പെട്ട പെട്ടതാ ഞാനാ. ഇനി യഖൂലു നാഇതുഹു, തങ്ങളെ വസ്ഫ് പറഞ്ഞ ആളുണ്ടാവില്ല, അവരെല്ലാവരും പറയും ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു എന്ന അവസാനത്തെ വാക്കുള്ളൂ എന്നാ പറഞ്ഞത്. രണ്ടാളാരും മദഹ് പറയുന്ന ആൾ പറയും തങ്ങൾക്ക് മുമ്പോ ശേഷമോ തങ്ങളെ പോലെ ഒരാളെ കാണപ്പെടില്ല. അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു.
ഇനി പറയട്ടെ, വൽ അഹാദീസു ഫീ ബസ്തി സിഫത്തിഹി മശ്ഹൂറത്തുൻ കസീറത്തുൻ. തങ്ങളുടെ സിഫത്തിനെ വിശാലമായി പറയുന്ന ഹദീസുകൾ ധാരാളമുണ്ട്, മശ്ഹൂറുമാണ്. വലാ നുതബ്ബിറു ബിസർദി, അതൊക്കെ അവതരിപ്പിച്ചിട്ട് കിതാബ് നീട്ടുന്നില്ല. എന്നാലും വഖദ് ഇഖ്തസർനാ ഫീ വസ്ഫിഹി, തങ്ങളുടെ വസ്ഫിനെ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. നൂകത മാ ജാഅ ഫീഹാ, ഹദീസുകളിൽ വന്ന പ്രധാന പോയിന്റൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഹദീസ് ഉണ്ടാവും പിന്നിൽ. വജുംലതൻ മിമ്മാ ഫീഹിൽ കിഫായത്തു ഫിൽ ഖസ്ദി ഇലൽ മത്ലൂബ്, മത്ലൂബിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കിഫായത്തിന്റെ ഖദറും ഞാൻ പറഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ്. ഇനി വഖദ് ഖതംനാ ഹാദിഹിൽ ഫുസൂൽ, ഈ ഫസ്ലുകൾ സമാപിക്കാൻ പോകുന്നുണ്ട് ബിഹദീസിൻ ജാമിഅൻ ലിദാലിക്, ഇതിനെപ്പറ്റി ഒരുമിച്ച് കൊടുത്ത നീണ്ട ഹദീസ്. അതേതായിരിക്കും? അദ്ദേഹമായി ഓതിയിട്ടുണ്ട്. അബൂഹാനിന്റെ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് എല്ലാം പറയുമല്ലോ. അത് നഖിഫു അലൈഹി ഹുനാക ഇൻഷാ അല്ലാഹു. അത് അവിടെ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാം. صلى الله عليه وسلم.